ஹலோ கேஸ், வெல்கம் டு தமிழ் பசங்க ரியாக்ஷன். ஸோ இங்கே நம்ம பார்த்தீங்கன்னா லாஸ்ட் வீக் பார்த்த மாதிரி தான் ரொம்ப நாளாக நம்ம சேனலில் நிறைய பேர் கேட்டிருக்கீங்க. அண்ட் ஆல்சோ இதுக்கும் வந்து ஒரு மிக்சடான கமெண்ட்ஸும் வந்திருக்கு. ஆனால் வந்து நம்ம அதெல்லாம் கண்டுக்க போகிறது இல்லை, ஏன்னா நம்ம ஆல்ரெடி ஹிருதயம்லேயே பார்த்துட்டோம். நல்ல மூவி தான் அது. இல்லை, அதுக்கு ஜஸ்டிஃபிகேஷன் வர வந்து சொன்னாங்க பத்தியா, நீங்கள் வந்து அந்த அஜகஜாந்திரம் வந்து படம் பிடிக்கல நீங்கள்ல, அது எங்களுக்கு பிடிச்சிருந்தது, அது உங்களுக்கு கிரிஞ்சு, எங்களுக்கு இது கிரிஞ்சு அப்படின்னு. எவ்வளோ படம் பார்க்குறோம், எங்களுக்கு இன்னும் அந்த படத்துக்கும் எங்களுக்கு விரோதமான. ஸோ இன்றைக்கும் வந்து அதே மாதிரி வந்து இந்த படத்தை நிறைய பேர் சொல்லியிருந்தாங்க. அந்த மாதிரி ஒரு படம் தான். படம் பேர் சூப்பர் சரண்யா. இந்த படத்தோட டைரக்டர் படம் நம்ம ஆல்ரெடி 2 பார்த்துருக்கோம். 2 படம் பார்த்துருக்கோம். ஒன்று வந்து பிரேமலு, இன்னொன்று வந்து தண்ணீர் மதன் தினங்கள். டைரக்டர் வந்து கிரீஷ் ஏடி. ஸோ இந்த படத்தோட காஸ்டிங் அனஸ்வரா ராஜன், அர்ஜுன் அசோகன், மமிதா பைஜு. பிரேமலு பாருங்க, ஃபர்ஸ்ட் சூப்பர் சரண்யா பாருங்க. மமிதா பைஜு நேஷனலும் இருக்கு. நேஷனல் கேக் அப்புறம் இருக்காரு. இருக்காங்க. என்னடா இவ்வளோ இன்னும் நிறைய பேர் இருக்காங்க. ஆனால் இந்த 4 பேருமே நம்மளுக்கு தெரியும். ஒரே ஒரு இது பார்த்துட்டேன். நானும் பார்த்துட்டேன். இது வந்து ஒரு காமெடி ஃபிலிம் அப்படின்ற மாதிரி போட்டிருக்காரு. ஸோ ஆன்லைனில் வந்து பார்க்க வேணாம். மேபி இந்த மாதிரி ஜானர்லாம் வந்து சிம்பிள் லைன் தான் இருக்கும். அவனுக்கு என்டர்டைன்மெண்ட்டு ப்ரெசன்டேஷன் வந்து ரொம்ப ஃபன்னாக இருக்கும். ஸோ இது அந்த படத்தோட காஸ்டிங் ஜானர் எல்லாமே. ஸோ அதுக்கப்புறம் நம்ம சூப்பர் சரண்யா ரியாக்ஷன் போகலாம். നിന്റെ വീട്ടിൽ പശു ഉണ്ടോന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടായിരുന്നു, പിന്നീട് വിറ്റു. പശുവിനെ കറക്കാൻ അറിയൂടി? കറക്കണ കണ്ടിട്ടുണ്ട്. എന്നാലേ ഇതാ പശു, ഇതിനൊന്ന് കറങ്ങാണിച്ചേ. അത് തന്നെ. എന്ത് വാ ഇത്, ഒന്നും കഴിച്ചിട്ടിയോ? അവിടെ ഉള്ളേ കഴുകണോ? ആ വേണം. ഓ, സൗണ്ട് എഫക്റ്റ് ഞങ്ങളുടെ ആയിരിക്കൂലേ? നിന്ന നിൽപ്പിൽ ഭൂമി പിളർന്ന് താഴോട്ട് പോരുന്നു തോന്നിയിട്ടുണ്ടോ? അങ്ങനെ പുരാണത്തിൽ ആരോ പോയിട്ടുണ്ടല്ലോ, പാഞ്ചാലിയോ സീതയോ അങ്ങനെ ആരാണ്ട്. ഇന്ന് കരയരുത് വിചാരിച്ചാണ് എല്ലാ ദിവസവും എണീക്കുന്നത്. किती वेळ सांगू तुला? समजा क्या? पागल आदमी. हाँ, फोन रख. അവള് സീനിയേഴ്സ് പിടിച്ചൊന്ന് മാറ്റിയിടി. മാറ്റാ എന്റെ പൊന്നും പറഞ്ഞിട്ട് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടോ മലയാളം അറിയാൻ പാടില്ല, പറയാൻ പോരുന്നു. പോ ബാവല. നിനക്കൊന്നും മര്യാദക്ക് രാഗ്യം കിട്ടിയിട്ടില്ല മോളൂസേ. ഞാൻ അബദ്ധ വെച്ച ഒരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞു പോയി. ആ നോക്കിക്കാണ് എന്നോട് ചോദിച്ചത്. അവളോട് പറഞ്ഞാലാ വേഗം ചെല്ല്. പോരുമ്പോ ഒരു വെള്ളം കൂടെ എടുത്തിട്ട് പോരുട്ടാ. ഡി മോളെ, ആ നഖം വെട്ടി താഴെട്ടുണ്ടല്ലോ, അടിച്ചിന്റെ തലമണ്ട പൊട്ടിക്ക് ഞാൻ. ഒന്ന് പോയേ ബാവല. തമ്പരാട്ടിയോടെ ഉണ്ടായിരുന്നോ? ഡേ, നീ നവ്യ ചേച്ചനെ കാണാൻ പോണല്ലേ? നാറ്റം കിട്ടി. ചെല്ലി ചെല്ലി. വീട്ടിൽ പോയാ മതി പണ്ടാരം. എടി ശരണ്യെ, നാളെ നമ്മുടെ അജിത്ത് മാനേജേട്ടൻ സസ്പെൻഷനൊക്കെ കഴിഞ്ഞ് കോളേജ് ജോയിൻ ചെയ്യാട്ടാ. നിന്റെ അടുത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനെന്തിനാണ് അയാളെ കാണുന്നത്? പുള്ളി കാണണം തുടങ്ങിയാൽ കാണണം. ഫുട്ബോൾ ചാമ്പ്യൻ, യൂണിവേഴ്സിറ്റി ടോപ്പർ, കലാമണ്ഡലം, കലാതിലകം, ഗസൽ ഗായകൻ. പക്ഷെ ആങ്കർ മാനേജ്മെന്റ് മാത്രം 0. ഇങ്ങോട്ട് വന്ന 13 പ്രപ്പോസലുകൾ പുഷ്പം പോലെ തട്ടിത്തെറിപ്പിച്ച മനുഷ്യനാണ്. എന്തിന്? പുള്ളിക്ക് സ്പാർക്ക് കിട്ടിയില്ല. നീ പോയി കാണ്ടി. അതിന് എന്നെ വിളിക്കണ്ടേ? എടുക്കണം. ഇത് കഷ്ടമാണ്. സംഗീത്, സനോവർ, ശരണ്യ. അജിത്ത് മേനോനെ പേടിച്ച് വീട്ടിൽ പോയി. ശരണ്യ ആബ്സെന്റ്. പാട പറ്റിയാ? എന്താണ് എവിടെ നോക്കിട്ടാണ് ഉണ്ണി ഇരിക്കണേ? സ്ഥലമെത്തിയ പറയാറിയില്ല. ഏട്ടാ, ആളിറങ്ങാണ്ടോ? ചവിട്ടി കൊടുക്കേ. പോട്ടെ വണ്ടി. എനിക്കൊന്നും അതിനോടൊരു പാങ്ങുണ്ടായിട്ടില്ല. അതാ ഞാൻ ഈ കിടന്ന ചീരഴിയണത്. പഠിക്കില്ല പറഞ്ഞ ഞാൻ. അമ്മയടുത്ത് ഇത്രാവശ്യം പറയണം. അവിടെ ഒരു സുഖമില്ല. മണ്ട കാഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഉള്ളവർക്കെല്ലാം കുറെ സ്പെഷ്യൽ അല്ലേ? നിനക്ക് കിട്ടുന്ന ശമ്പളേ ഈ കയ്യിൽ വാങ്ങിക്കുന്നുണ്ട്.
മരിക്കുന്നതിന് മുമ്പ്. അമ്മക്ക് എന്നെ തരാം, വേറെ ആരും കൊടുക്കൂല. ആ എപ്പോ വന്നു നീ? കുറച്ചു നേരം. പോസ്റ്റ് ഓഫീസിനോട് പോയിട്ട് ഇറങ്ങിയത്? നീ ബാഗും തൂക്കി നടന്നു വരുന്നുണ്ട് പറഞ്ഞിരിക്കൂ. ഞാൻ സ്റ്റോപ്പ് എത്തി അറിഞ്ഞില്ല, അവിടെ ഇറങ്ങി. സ്വപ്നം കണ്ടല്ലേ നടക്കണേ, പിന്നെ എങ്ങനെ അറിയും? എന്താ വന്നപാട് അവിടെ തന്നെ ഇരുന്നത്? ഡ്രസ്സ് മാറ്റ്. നിങ്ങൾ ഇന്നലെ വാങ്ങിയില്ലേ ഈ കിഴങ്ങ്? അവിടെ ഇരുന്നോട്ടെ, അത് ഓടിപ്പോന്നില്ലോ. മൂവന്തി നേരത്തെ ഉമ്മറപ്പടിയാൽ ഇരിക്കല്ലേ നീ? ഇതാണോ മൂവന്തി? ഈ നേരത്തെ എന്താ ഇത്ര സ്പെഷ്യലി? ഈ വീട്ടിൽ ആകെ ഇരിക്കാൻ സുഖമുള്ള ഒരു സ്ഥലം ഇതാണ്. അമ്മയ്ക്ക് പ്രാന്തണ്ട എന്നോട് സംസാരിക്കാൻ പോവാൻ. தண்ணீர் மத்தன் பத்தி தெரியல. ഈ തുമ്പിച്ചെടിക്ക് വാടി പോയല്ല. பட் இதுல இன்னசென்ஸ் കശക്കമ്മേട്ടാ അവള് ചിന്നത് സാപ്പിട്ടാ പക്കത്തില്ലേ അവള് പുസ്തകം. എന്റെ ചുരിദാർ എന്റെ ജാക്കറ്റും തയ്ച്ചു വെച്ചിട്ടുണ്ടെന്ന്. നീ പോയിട്ട് വാങ്ങിട്ട് വാ. ഞാനാ? അല്ല, ഞാൻ ആ തള്ളേനെ വിടാ. അതല്ല ഐഡിയ ആണ്. ഞാൻ പോകുന്നില്ല. ഗ്രൗണ്ടിലായി പിള്ളേരൊക്കെ ഉണ്ടാവും. ഓ, അവരൊക്കെ നിന്നെ പിടിച്ചങ്ങ് തിന്നും. അതിന്റെ ഇടയിൽ കൂടി എനിക്ക് പോകാനൊന്നും വയ്യ. ഞാൻ പോവാറുണ്ടല്ലോ. അമ്മേനെ പോലെ അല്ല ഞാൻ കാണാൻ കുറച്ച് അന്തമുണ്ട്. ഇവളാരാണ്? ഇവളുടെ അറിയില്ലേ? നമ്മുടെ പഞ്ചായത്തിലെ വാസോട്ട മോള് സൂപ്പർ ശരണ്യ. അതിന് ഇവള് മാത്രം തീരുമാനിച്ചാൽ മതി സൂപ്പർ ശരണ്യാണെന്ന്. അതൊക്കെ വേറെ കഥയാണ്. ഞങ്ങൾക്ക് പറഞ്ഞു കളിയോ. ആ അത് ശരിയാക്കാം. ആ കുഴപ്പമില്ല. എന്നാ മോളെ കുട്ടിയെ, നേരത്തെ തരാനുള്ള ഒരു 50 രൂപ എടുത്തിട്ടുണ്ടെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കണേ. ആ ചേച്ചി ശരിയാക്കി തരാം. പക്ഷെ തിങ്കളാഴ്ചക്കൊന്നും നടക്കില്ല കുട്ടി. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഗ്രൗണ്ട് കൂടി അല്ലാതെ വേറെ വഴിയുണ്ടാ? ഗ്രൗണ്ട് ഒഴിവാക്കി പോണെങ്കിൽ ഇപ്പോ പറക്കേണ്ടി വരും. പറ്റോ? വേണ്ട. ഉണ്ടല്ലോ. ഹോസ്പിറ്റലിൽ പോണോ? കാർ ഓടിക്കണോ? എന്തെങ്കിലും പറ. മിണ്ടാ വയ്യേ. പോയി വെള്ളം എടുത്തിട്ടോടാ. പോടാ. അച്ഛനെ വിളിക്കണോ? ശ്വാസം വേണ്ടി വരുമോ? അച്ഛൻ വന്നിട്ട് പോയ പോരാ. വെള്ളം കുടിച്ചിട്ട് പോവാലോ. എടി, നിന്നെ അന്വേഷിച്ച് അജിത് മേനോൻ വന്നിട്ടുണ്ടായിരുന്നു 2 പ്രാവശ്യം. എന്നിട്ട് ഞങ്ങളെ നീ പനി പിടിച്ച് നാട്ടിൽ പോയെന്ന് പറഞ്ഞു. ഇന്ന് ഉച്ചയ്ക്കൊരു വിസിറ്റിന് ചാൻസ് ഉണ്ട്. ചുരുക്കി പറഞ്ഞ ആസ് യു നോ, ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട്. നിങ്ങളെല്ലാവരും ഇത് പ്ലസ് 2 പഠിച്ചിട്ടുള്ളതാണ്. ഞാൻ ചുമ്മാ റിവേഴ്സ് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എനി ഡൗട്ട്സ് ഉണ്ടോ? ചെയ്തോ ശരണ്യ? ശരണ്യക്കെല്ലാം ക്ലിയർ ആയോ? PN ജംഗ്ഷൻ ഡയോഡിൽ ഫോർവേഡ് ബയാസിൽ പോസിറ്റീവിനോടും നെഗറ്റീവിനോടാണ് കണക്ട് ചെയ്യുക. സാർ ഒരു മിനിറ്റ്. എടാ നീ എന്തിനാ പുള്ളിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണേ? പുള്ളി അവിടെ എങ്ങനെ തൂങ്ങിക്കട്ടെ. നമ്മളും കാശ് കൊടുക്കണല്ലേടാ കുറച്ചുകൂടെ. ആ സമയത്ത് ഡൗട്ട് അത് ഒന്ന് 1 മിനിറ്റ് എന്റെ ചങ്ങാതി. നീ കൂടി ഒന്ന് വിളിക്ക്, അല്ലെങ്കിൽ അയാൾ വരൂല. സാറേ ഇവനും ഡൗട്ട് ഉണ്ട് ഒന്ന്. പുള്ളി കണ്ണെഴുതിയിട്ടുണ്ട്. ആടി നീ ശരിക്കും നോക്കിയേ, പുള്ളി നൈസായിട്ട് എന്താ നിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു സാറ് ഇവിടെ എത്തിയപ്പോ ക്ലിയർ ആയില്ലേ? ഇവന്റെ നിന്റെയോ? ഏകദേശം ക്ലിയർ ആയി. ഓവർ സ്മാർട്ട് ആവണമെന്ന് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത്രയ്ക്ക് അങ്ങ് ഓവർ ആവരുത്. അജിത് മേനോനാ? ഹായ് അജിത് ഏട്ടൻ. അർജുൻ റെഡി. എന്തായി ശരണ പനി അറിയോ? മാറി കൊണ്ടുവന്നല്ലേ? കഴിച്ചോളാം. അല്ല കഴിപ്പിച്ചോളാം. എന്താണ് സ്പെഷ്യൽ?
ചാള വറുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ കഴിക്കാറില്ല, അതുകൊണ്ട് വീട്ടിൽ കയറ്റാറില്ല. പക്ഷെ ഞാനിടയ്ക്ക് പുറന്ന് കഴിക്കും. ശരണയുടെ ചാള ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. കൊള്ളാം. ആ കുരുമുളകിന്റെ ലേശം കുത്തുണെന്ന് ചോദിച്ചാൽ ഇറ്റ് ജസ്റ്റ് സൂപ്പർ. ജിമിച്ചേട്ടാ എവിടെയൊക്കെ രണ്ടര കൊടുക്കട്ടാ. ബാക്കി ശരണ കഴിക്കും. എന്താ ചേട്ടന് ഞാൻ കഴിച്ചെന്റെ ബാക്കി കഴിക്കില്ലെന്നുണ്ടോ? പിന്നെന്താ ചേട്ടനെ കഴിക്കായിരുന്നേ? നിന്നെ ദൈവം കെട്ടിക്കോളും. കെട്ടില്ലടാ, വൈനാട്ട് കെട്ടിക്കോളാം. ശരണ്യ ഇത് കഴിക്കാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല. കഴിക്കായിരുന്നേ? ആ കഴിക്കേ. അജിത്തേട്ടൻ പറഞ്ഞ കേക്ക് എത്ര മണി കഴിക്കേ കഴിക്കങ്ങട്. ആ അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ പിന്നെ വരാം. സ്പാർക്കിൽ ടേക്ക് കെയർ ഓഫ് ഹർ. കേട്ടടാ? കേട്ടു. ജിമ്മി എന്തോ സർക്കിട്ട് ഡയഗ്രാം. അയ്യോ உண்மையிலே ரொம்ப വാര വാരം വീട്ടിൽ പോയിട്ട് വന്നത്. കഴിക്കാൻ പോ. ഞാനൊന്നുമില്ല. ആ ക്യാൻറ്റീനിൽ ഒരു നവ്യ ടീമൊക്കെ ഉണ്ടാവും. നീ ഇതേ അങ്ങോട്ട് നോക്കിയേ. അതിനോട് 24 മണിക്കൂർ സീനിയേഴ്സ് അങ്ങനെ ഇരിക്കണം പറഞ്ഞേക്കണത്. എന്നിട്ട് അത് കൂളായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഏറ്റുവാ அடிக்கடி வீட்டுக்கு போயிடுது. அதான் வீக்லி வீக்லி போயிடுது பொழுது. ஓ നിങ്ങളെന്താ ഇവിടെ? നിന്നോടൊക്കെ ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടില്ലേ? അത് പിന്നെ ചേച്ചി ഇവിടെ നിന്നാ പാവറട്ടി പള്ളിയാണെന്ന് ആരോ പറഞ്ഞു. ആടി ഇവിടെ എന്നാ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാം. നീ എന്താ ആക്കണ? അല്ല ചേച്ചി ശരിക്കും ചിരി വന്നിട്ട് ചിരിച്ചതായിരിക്കും. ആ പോ പൊക്കോ പൊക്കോ. മൊട്ട സീനിയർ കൊച്ചി മെട്രോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ദയവായി യാത്രക്കിടയിൽ പോക്കറ്റ് അടി സൂക്ഷിക്കുക. ശുഭയാത്ര. ഈ അനൗൺസ്മെന്റ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നല്ലോ. ആ നിങ്ങളൊക്കെ കയറിയോണ്ട് പുതുതായിട്ടിട്ടായിരിക്കും. വന്ന് വന്ന് മെട്രോ ഒക്കെ KSRTC ബസ് പോലെ. എന്നിട്ട് CSA ചർച്ച് എന്നാണല്ലോ എഴുതി വെച്ചേക്കണേ. അവിടെ അതെ CSA ചർച്ചാണ്, എന്നാ സിനഗോഗുമാണ്. തലോടി. ഇതാണ് ബിഗ് ബി ഷൂട്ട് ചെയ്ത വീട്. എനിക്കറിയാം. അത് അമ്പലല്ല, മ്യൂസിയം ആണ്. എനിക്കിനി നടക്കാൻ വയ്യ. ഇത് കുറെ സമയായില്ല. നമുക്ക് ഇവിടെ എങ്ങനെ ഒരു ഫുഡ് കഴിച്ചാലോ? അയ്യേ ഇവിടെ ഒന്നും വേണ്ട. എനിക്കൊരു അടിപൊളി ഇക്കാൻ്റെ അറിയാം. അവിടെ കയറാം. വാ എന്നെ ഫുഡ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോകൂ. ഫുഡ് എന്താണ് പച്ചക്കുതിരല്ലേ ദിലീപ? നീ എന്താ കന്യാമറിയോ? ഇതാണോ സൂപ്പർ ബിരിയാണി? എന്നിട്ട് രസൂലല്ല അലമ്പ്. ശത്രുക്കൾക്ക് പോലും ഇതുപോലെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ സോനാരെ. ഇങ്ങനെ വരാത്താണല്ലോ. ഇവിടെ മേലെ കയറണ്ട. ഞങ്ങളാരും ഇനി മേലെ കയറത്തില്ല. നീ മേലെ കയറിപ്പോ. നിനക്ക് ഏതാണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള കടയുണ്ട്. മാങ്ങ. അപ്പൊ കാര്യം പറയാം. പറയൊന്നും വേണ്ട. ഒന്ന് കഴിച്ചിട്ട് പോവാ. ഞാൻ പറയും. ഇപ്പൊ വരും ഇപ്പൊ വരും. ഫുഡൊക്കെ ഓക്കെ അല്ലേ? വയറിറച്ച് കഴിക്കണം. എന്തുണ്ടെങ്കിലും തുറന്നു പറയണം കേട്ടോ. കഴിച്ചോ. ഇക്ക ചോദിച്ച സ്ഥിതിക്ക് ഒരു കാര്യം പറയാം. ബിരിയാണി വന്നലമ്പാണ്. ചിക്കൻ നല്ല ജ്യൂസി ആണല്ലോ. റൈസ് ഒക്കെ വിട്ട് കിടക്കുന്നുണ്ട്. അടിപൊളിയല്ലേ? പിന്നെ വായില് വെക്കാൻ കൊള്ളൂല. അതെ ഇവിടുത്തെ ഷെഫ് ലീവാ. അവന്റെ കല്യാണം. പുതിയ പഴവനായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കേട്ടിക്കോ.
നീ തന്നെ ചുമ്മാ ഹോട്ടലിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയെ മനുഷ്യൻ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. കാശ് കൊടുത്തിട്ടല്ലേ ഊള ഫുഡും മര്യാദ ഞാൻ പറഞ്ഞ ഹോട്ടലിൽ എങ്ങനെ കയറിയാൽ മതി. അവിടെ കയറുന്നെങ്കിൽ മോളെ ബാത്റൂമിൽ തന്നെ അവിടെ ഉറങ്ങേണ്ട വന്നേനെ. ഓ ഇതിനൊക്കെ സാധാരണ ബാത്റൂമിൽ നടക്കണോ അതോ ഇവിടെ കൊണ്ട് വന്നാലതാണ് ഇത്ര നാളും നല്ല ഫുഡ് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ ഊള ഫുഡ് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. അല്ല ഇപ്പൊ അത് ദഹിക്കാറായില്ലേ പിന്നെ എന്തിനാ പറഞ്ഞോണ്ട് നടക്കണത്? നടക്കങ്ങട്ട് താനെന്ത് പരിപാടിയാണോ കാണിക്കണത്? അല്ല സോറി കണ്ടില്ല. കണ്ടില്ലെന്നാ താനെന്താ മാത്ത് നോക്കി കിടക്കണ? സത്യമായിട്ടും കണ്ടില്ല, സോറി. അല്ലടാ നീ എന്താ എന്റെ കയ്യെ പിടിച്ച് വലിക്കുന്നത്? എന്റെ കയ്യിൽ എന്തെങ്കിലും തന്നേപ്പിച്ചിട്ടുണ്ടോ? അറിയാണ്ട് ഇടിച്ചാണ് ആൾക്കാർ നോക്കുന്നത്. ശരണ്യ നീ ഓരോന്ന് അറിയാണ്ട് പറയരുതട്ടാ. നിങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടായിരുന്ന? ഞങ്ങൾ അറിയാണ്ട് ഇടിച്ചല്ലേ? അത് ഈ കൊച്ചിനെന്ന് പറഞ്ഞ മനസ്സിലാക്കി കൊടുക്ക്. ഈ കൊച്ചിന് ബുദ്ധിയുണ്ട്. തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷൻ അങ്കിൾ. ഇതിന് തീരുമാനം ഉണ്ടാക്കിട്ട് പോയാ മതി. ബുദ്ധിയില്ലേ വഴി കിടന്ന് തല്ലു പിടിക്കാനായിട്ട്. എന്ത് പോവാൻ നോക്കുവല്ലോ പെണയില് കിടന്നിട്ട്. എന്താടി റിട്ടേൺ പോறேங்க. എടി നീ ചേട്ടനായാലും മീൻ നമ്മളതിനെ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. സോറിടി നീ വേറെ മൂഡിലായിരുന്നല്ലേ. റൂമിലെത്തട്ടെ നിന്റെ സകല സംശയം ഞാൻ തീർത്തരാം. അവന്മാര് ചോദിച്ചപ്പോ ഇവള് കറക്റ്റ് സ്ഥലം പറഞ്ഞു കൊടുത്തണ്ടാ. എന്നാ പിന്നെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കാറുന്നല്ലോ എനിക്ക്. ഷാഫിയെ 3 പ്ലേറ്റ് പുട്ടും ബീഫും വേഗം വേഗം എടുത്തു പോരെ. മറ്റേ പെൺകൊച്ചു രക്ഷയില്ല കിടു. ഇത് കൊറേ നേരം ആയല്ല, അത്രക്കൊന്നും ഇല്ല. ഏത് കൊച്ച്? ഞാനും കൂടെ അറിയണോണ്ട് വിരോധമുണ്ടോ സാറിന്? മറൈൻ ഡ്രൈവിൽ വെച്ച് പ്രശ്നം ഉണ്ടായില്ലേ? അവളല്ല നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലേ ആ കൊച്ചി. മറ്റവളെന്ത് അലമ്പ് കൊല്ലഷോ. ഇവളെ അടിപൊളി കിടുവല്ലടാ. അത്ര കിടുവൊന്നുമല്ല. എന്റെ അമ്മ അടിപൊളി കൊച്ചി. പിന്നെ ഇവൾക്ക് നമ്മുടെ ശില്പയുടെ നല്ല ചായയില്ലേ? പിന്നെ തേങ്ങയാണ്. ആരെ ശില്പ? ഇവന്റെ പഴയത് മറ്റേ ഒരുമിച്ച് ക്യൂൻമേരിച്ച് പഠിച്ചില്ലേ? ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്തായിരുന്നു പേര്? വരണേ ഓരോ അരിമണിയിലും അത് ലഭിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഇവളെ കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി നിനക്കുള്ള അരിമണിയാണ്. എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ ഇടപെടണേന്ന്? എന്നാലും എന്തായിരുന്നു അവളുടെ പേര്? വെറോണിക്ക. എന്തൊരു പേര്. ഇവളാണ് അവന് കൊല സപ്പോർട്ടും. അവനായിട്ട് എന്തോ മുജ്ജന്മ ബന്ധമുള്ള പോലെ. അവൻ ആരായിട്ടേ? ശരണ്യ ആർ യു ലിസണിംഗ്? ദേവിക ഒരു ചാത്തൻ ഹെഡ്സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 1 മാസം നിന്നാണ് ரொம்ப മുഖ്യം. ഞാൻ പറഞ്ഞാണ് എന്നോട് നോക്കി എടുക്കാൻ. നീ എന്തിനാ എത്ര ചിരിക്കാനതിന്? ഓരോരോ വിഡ്ഢിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട്. ശരണ്യയുടെ വിഡ്ഢിത്തരങ്ങളെ കടത്തി വെട്ടുന്ന സോനയുടെ ബോൾഡ്നെസ്. എന്റെ പട്ടി പ്രേമിക്കാനെ. എന്നിട്ട് ഹെഡ്സെറ്റ് മേടിച്ചിട്ട് കണ്ടില്ലല്ലോ. നീ ചെക്കനെ വിളിച്ചോണ്ടേ പണ്ടത്തെ പോലെ അടി ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ഞങ്ങൾ ആരും കിട്ടാറാനാണ്. അതൊക്കെ എത്ര ആളും ഉണ്ടായിരുന്നമ്മേ. ഇത് പിന്നെ പിന്നെ പറഞ്ഞോണ്ടിരിക്കില്ലേ? അമ്മ കമ്പനിയുടെ പേരെന്താന്നറിയോ? കറുമുറു. എങ്ങനെയുണ്ട്? വളരെ വളരെ നന്നായിട്ട്. എല്ലാവരുടെ അറിവിലേക്ക് പറയാം. മോളത്തെ സ്വാതിയുടെ കല്യാണം അവൾ ആദ്യം പോവും. മറ്റേതുങ്ങളൊക്കെ എപ്പോഴാ പോണേന്ന് പറയാൻ പറ്റൂല. கேட்டதில்ல. ഇമാജിൻ பண்ணி பாக்குறாரா? ഡേ ഇതൊക്കെ എപ്പോ തീരുമാനിച്ച ചിപ്സിന്റെ കാര്യമൊക്കെ? അമ്മയ്ക്ക് അറിയില്ല അഭിചേട്ടന്റെ കാര്യം. ഞാൻ പോലും അറിയണത് ഇന്നലെ. അവരവളുടെ പേര് പോലും അറിയാൻ പാടില്ല. ഞാൻ കണ്ടുപിടിച്ചു. എന്ത്? ശരണ്യ. ശരണ്യ? ശരണ്യ വാസുദേവൻ, പ്രൗഡ് GCN, കൊല്ലംകോട് ഇത്രയും പോരെ? ഇതൊക്കെ നിനക്ക് എവിടെ കിട്ടി? ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഇതൊക്കെ ഭയങ്കര അലമ്പാട്ട ദീപു. എനിക്കൊരു കാര്യം അറിയൂ. ഒരു ദിവസം 10,000 പെണ്ണുങ്ങളെ ഞാൻ കാണുന്നുണ്ട്. 1,00,000 പെൺപിള്ളേര് എന്നെ നോക്കുന്നുണ്ട്. ഞാനിതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കറുമുറു എന്ന് പറയുന്ന നമ്മുടെ സംരംഭത്തിന് വേണ്ടി രാപ്പകൽ ഓടി നടക്കുമ്പോ നീ വഴി കൂടെ പോണ പെണ്ണുങ്ങളുടെ അഡ്രസ് തപ്പി നടക്കുകയാണല്ലേ. നമ്മുടെ വീടിന്റെ മുകളിൽ താമസിക്കണില്ലേ ലക്ഷ്മി, അവള് മുടി വെട്ടി. ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ സംസാരിച്ച അത് ശരി. അപ്പൊ നിങ്ങൾ വേറെ ആരും നോക്കാറില്ലെന്നാണ്. അപ്പൊ എന്റെ പെങ്ങളെ കെട്ടി എങ്ങനെയാണ്? അത് നിനക്കറിയില്ലേ? എനിക്കറിയാം. നിങ്ങൾ ആ മൊബൈൽ കട നടത്തുന്ന സമയത്ത് അവൾ ഒരു സിം വാങ്ങാൻ വന്നു. നിങ്ങൾ അവളെ കാണാൻ വേണ്ടി മനഃപൂർവ്വം അതൊരാഴ്ച ആക്ടിവേറ്റ് ആക്കിയില്ല. അത് ഞാൻ ചെയ്തില്ല. അവള് പിന്നെയും വന്ന് നിങ്ങൾ പരിചയപ്പെട്ട് ലൈനാക്കി. അവളൊരു മണ്ടയാണ് തന്നെ കെട്ടി. ഇതല്ലേ കഥ? എന്താണ് ഒരു കുഴപ്പം? തന്റെ കഥനെ കാട്ടാൻ തന്നിട്ട് എന്റെ അതൊക്കെ ആയിക്കോട്ടെ. ഈ അന്തസ്സുള്ള കഥയും കൊണ്ട് എന്തിനാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നത്? അതെ, ഞാൻ എല്ലാ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാറില്ലേ. അടിച്ചതൊക്കെ ഇറങ്ങിപ്പോ ഒന്നുകൂടി എടാ. അതെ, ഈ കല്യാണ വീഡിയോ ഒക്കെ ചെയ്യൂലേ, അതിന് ഏകദേശം എത്ര കുറവടാ? ഏകദേശം ഒരെണ്ണിങ്ങനെ സെറ്റ് ആകാനുണ്ട്. പാലക്കാട് നിന്നായിരിക്കും. accept request accept பண்ணச்சா?
அவர் ப்ரொஃபைல் பப்ளிக். എന്താ ഇത്? അത് CPU-ന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണല്ലോ. എടി നീ ഉദ്ദേശിക്കുന്ന സാധനല്ലത്, ഇത് കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ ഒഴിക്കുന്ന ഓയിലാണ്. ദേ നിങ്ങൾ കുടിച്ചോ, പക്ഷെ ഇമാതിരി ഊളത്ര എന്നോട് പറഞ്ഞിട്ടില്ല. തലടിച്ചാൻ പൊടിക്കില്ല. കമ്പ്യൂട്ടർ ആയില്ല. എന്താ എന്റെ പേര്? ശരണി. നിന്റെ സ്മാർട്ട്നെസ് കൊള്ളാം. അല്ല ഞങ്ങൾ ജസ്റ്റ് പരിചയം. താങ്ക് യു സർ. ഇറ്റ്സ് ഓക്കെ. അത് പൗഡർ തന്നെ. അത് സരക്ക് ഊറ്റി വെച്ചിരിക്കാണ്. ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. ബാക്കി കത്തിലുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ കല്യാണത്തിന് കാണാം. എന്താ പേര്? ചെക്കന്റെ പേര് മാണിക്. നല്ല പേര്. അത്രേ ഉള്ളോ? ശരി. ബൈ. ഇതെന്താണിത്? ഗുരുകുല സമ്പ്രദായോ? അറിവ് പകരും തോറും വളരുന്നല്ലേ സാർ? സ്ത്രീകൾക്ക് മാത്രമുള്ളൂ ഈ പകർച്ച. ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോ ഞാൻ ജെൻഡർ വ്യത്യാസം കാണിക്കാറില്ല സാർ. സനോവർ അങ്ങനൊന്നുമില്ല ഏട്ടാ. അന്നാന്ന് എടുക്കുന്ന അന്നാന്ന് പഠിച്ചു പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ സെറ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി റെക്കോർഡ്സ് എന്റെ മാത്രമാണെന്നൊരു വാശിയുണ്ട് എനിക്ക്. അതത്രേ ഉള്ളൂ ഏട്ടാ. അതില് കൈവെക്കാൻ ഞാൻ ITA പോളിടെക്നിക് 2 വർഷത്തെ ഇൻഫോ പാക്കിലെ ജോലി ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നേക്കണം. മനസ്സിലായോ? സുധി മതി. മുട്ടാ നിക്കണ്ടാ നീ. വന്നേ നീ. ഇത് കോളേജ് അതോ മെന്റൽ ഹോസ്പിറ്റലാ? സർ അസൈൻമെന്റ്സ്. ആ ശരണ്യ, സീരീസ് എക്സാമിന് റെക്ടിഫയർ ട്രാൻസിസ്റ്റർ ബയാസിങ് ആ ഭാഗത്ത് മാത്രം പഠിച്ചാൽ മതി. പിന്നെ യൂണിവേഴ്സിറ്റി എക്സാമിനാണെങ്കിൽ പഠിച്ചോളൂ, ഇല്ലെങ്കിൽ 8 പോലെ നടക്കേണ്ടി വരും. അല്ല പുള്ളി യൂണിവേഴ്സിറ്റി ടോപ്പറല്ലേ? ബുദ്ധിയുള്ള ആൾക്കാരടക്കം പാസ്സാകാൻ കഷ്ടപ്പെടുകയാണ്. പിന്നെയാണ് അവൻ എപ്പോഴുള്ള മുഴുക്കുടിയൻ. ചെല്ലേ ആ ഈ മീനാണ് ഞാൻ പറഞ്ഞത്. എന്ന് പറഞ്ഞു കൊച്ചിയിൽ വെച്ചിട്ട് എനിക്ക് പഴഞ്ച. അയ്യോ, അത് അവൻ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ. ഈ ചേട്ടൻ കയ്യിലുണ്ടായിരുന്ന അതെ സോനാരുടെ ശത്രു. ഈ ചേട്ടൻ നിനക്ക് റിക്വസ്റ്റ് കിട്ടാ? ചുബേട്ടോ. അയ്യോ ഫോളോ കൊണ്ടുവന്നു. ഇത് മറൈൻ ഫിഷാണ്. പുള്ളിയുടെ വീട്ടിൽ മറൈനൊക്കെ ഇറക്കിണ്ടെന്ന് തോന്നുന്നു. അതാണ് ടൈറ്റിൽ കല്ലേ. എന്നിട്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണല്ലേ? എന്തിനു? പാഞ്ചേട്ടനാന്നാ കണ്ടിട്ട് തോന്നണേ. ചെയ്യണോ? ആ ചെയ്യ. ചെയ്തേക്കാം. അവിടെ അടുപ്പ് സെറ്റ് ചെയ്യാം, പാചകം ചെയ്യാം, സപ്പോർട്ട് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. പോരെ? പിന്നെ പറമ്പ് യൂസ് ചെയ്യുന്നില്ലേ? ഹായ്, എന്നെ മനസ്സിലായ? നമ്മളൊന്ന് കൊച്ചിയിൽ വെച്ച്. പിന്നെ ആ മീൻ എന്താ പറയുന്നത്? ഏത് മീൻ? അന്ന് കയ്യിലുണ്ടായിരുന്ന മീൻ. ഓ അവൻ സുഖമായിട്ടിരിക്കണ്. ഇന്ന് രാവിലെയും കൂടി തീറ്റ കൊടുത്തുള്ളൂ. അതിന്റെ പേരെന്താന്നറിയോ? ഞാൻ അവനെ രാഹുൽ എന്ന് വിളിക്കണത്. അതിന് ശരിക്കും പേര് ക്ലൗൺ ഫിഷ് എന്നാ. ഓഹോ, അത് ശരി. ഫൈൻഡിങ് നെമോ എന്ന പടത്തിലെ മീനത്. ആഹാ. ഹോസ്റ്റലിൽ അവരിപ്പോ പടം വെച്ചേക്കാ. അങ്ങനെ ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത്. പിന്നെ കാണാം. പിന്നെ കാണണം. നീ കൊറേ നേരം ചാറ്റ്. ആരാണ്? എടാ വിനുവാടാ. ഏത് പട്ടി വിനു? ആ പട്ടി വിനു. ഒന്നുമില്ല, അവൻ തിരുവനന്തപുരത്ത് ഒരു കാര്യം. എന്ത് കാര്യം? ഒന്നും പറയണ്ടടാ, ആകെ ശോകമാണ്. ചിരിച്ചോണ്ടിരിപ്പുണ്ടാവില്ല. ചിരിച്ചു എന്നുള്ളൂ, മനസ്സിലാകെ ഷോക്ക് അടിച്ചിരിക്കണായിരുന്നു. അതാണ് എടാ നമുക്ക് പൂക്കളൊക്കെ സെറ്റ് ചെയ്താലോ? നീ അവിടെ എങ്ങാനിരുന്നേ? നമ്മുടെ റബ്ബെല്ലാണ്. ഓ നമ്മ ഇതിനൊന്നും പോവാൻ പാടില്ല. പൂ മേടിക്കാനുള്ള പകുതി കാശ് നോക്കിയിട്ട് അടിച്ച് ടൈറ്റായിട്ട് വന്നേക്കാണ്. കണ്ണൊക്കെ ഇരിക്കണണ്ട ചോകാന്ന് തെണ്ടി. അവൻ ഇട്ടേക്കണെന്ന് തൊട്ടാണ് മലമ്പാമ്പിന്റെ തോല. അതെ എനിക്ക് പൂക്കൾ വേണം. അങ്ങോട്ട് വന്ന മുട്ടാലി ഞാൻ നല്ല ഇടിക്കും. ഇവിടെ ഇരുന്ന് കരിഞ്ഞാ മതി, ഞങ്ങൾ വരാറാകുമ്പോ പറയാം. വന്ന് അടുത്ത കോമഡി. ശരണ്യ അച്ഛൻ എന്താ ചെയ്യണേ? അച്ഛൻ പഞ്ചായത്തിലെ UD ക്ലർക്കാണ്. എൻ്റെ അച്ഛൻ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിച്ചായിരുന്നു, തോറ്റുപോയി ആ റോട്ടിന്. സാറിന് എന്നോട് പറഞ്ഞൂടെ? ഞാൻ അടുത്ത് കളയൂലേ? സോറി. ഹാപ്പി ആണോ?
ഹാപ്പി ആണോ? அந்த தண்ணீர் வந்து 10 வர மாதிரி போகுது. அப்போ லாஸ்ட் സെക്കൻഡ് ഇയറിലെ ദിവ്യയുടെ കേസ് വേണ്ട, സ്പാർക്കില്ല. എന്നാ പിന്നെ ഞാൻ ഇങ്ങോട്ട്. അത് ശരി. താൻ എന്താണ് എന്നെ കാണുമ്പോൾ എസ്കേപ്പ് അടിക്കുന്നത്? ഞാൻ വാഷ്റൂമിൽ പോവാൻ. തനിക്കെന്നെ പേടിയാണല്ലേ? അപ്പൊ പേടിയില്ലേ? ചെറുതായിട്ട്. ഞാൻ ഭയങ്കര റഫാണ്, ഇവർക്കൊക്കെ അറിയാം, ഇവരോട് ചോദിച്ചാൽ മതി. അറിയാം. சத்தம் ഞാൻ വാഷ്റൂമിൽ പോയിക്കോട്ടെ? അതാണ് എന്തെങ്കിലും കാണിക്കും. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ പാട്ടുണ്ട്, അവിടെ ഉണ്ടാവണം. എന്ത് വേഷോടോ ഇത്? ഓണമൊക്കെ അല്ലേ കുഞ്ഞെ? ഇതുവാ അവനെന്താണ് അവൻ വെച്ചിട്ട് ഞാൻ ഫോൺ എടുക്കില്ലെന്ന് എനിക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാനാണ് തോന്നി. അവൻ റഫാണ് അത്ര, ഞാൻ അവനും വലിയ റഫാണ്. അവൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? അവനെന്താ ഇന്റർവ്യൂ ചെയ്യണം? ബാത്റൂമിൽ വെച്ച് മാസാവൻ നിന്നെ കഴിഞ്ഞിട്ട് വേറെ ആളെ കിട്ടും മോളെ. There ain't no faking God. It's you that I need. ഡാൻസ് കളിക്കാൻ കയറുള്ളൂ. അവിടെ ഒന്ന് കൂവലാണ്, സംഗീതമൊക്കെ കൂവി ഓടിച്ച്. ഇതിൽ നീ സഹകരിച്ചില്ല പിന്നെ നിന്റെ ഒരു കാര്യത്തിന് സോനുണ്ടല്ലോട്ടാ. മാറങ്ങോട്ട്. അതെ, ഈ കൂളിംഗ് ക്ലാസ് നിർബന്ധമാണ്. കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് നീ കയറിയാ മതി. അല്ലേ Do you want more? അല്ലെങ്കിലും നീ ഒന്നും എന്നെ അർഹിക്കുന്നില്ലടാ. അടുത്ത നമുക്ക് ഇവരെ കയറ്റിടാം. വായിക്കണം. എന്ത്? അടുത്തതായി കോളേജ് കുമാരികളുടെ രോമാഞ്ചവും സർവോപരി ഈ കോളേജിലെ മോസ്റ്റ് ടാലന്റുമായ അജിത് മേനോൻ ചേട്ടന്റെ ഒരു തകർപ്പൻ ഗാനം. സാർ ഒരു കല്ല് കിട്ടും. കല്ല കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്. ഈ പാട്ട് ഏറെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കരിമിഴിക്കുരുവായിരിക്കും. സ്കൂൾ കാലം മുതലുള്ളവന്റെ സ്ഥിരം നമ്പറാ. ആണോ? ഞാൻ പറഞ്ഞു തോലൊരിഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ അനുഭവിക്കാണ്. നീ നിത്യം വെക്കും ഈ എണ്ണത്തിരിയാ വിളിച്ചീല മാമുണ്ണൻ വന്നീല മാറോടു ചേർന്നീല മാമുണ്ണൻ വന്നീല മാറോടു ചേർന്നീല നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല നീ പണ്ടേ എന്നോടും മിണ്ടീല കരിമിഴിക്കുരുവിയെ കണ്ടീല ചിരിമണി ചിലമ്പൊലി കേട്ടീല. എല്ലാവർക്കും ഒരിക്കൽ കൂടെ അടുത്ത ഒരു ഡാൻസ് ആണ്. ഓക്കെ, എല്ലാം സെറ്റല്ലേ? നാളെ എടുത്തോ. ഫ്രീ ഏതാ? ടീം ദാബ ഗേൾസ് ഓൺ സ്റ്റേജ്. ദാബ ഗേൾസ്. இந்த பாட்டுறா பார்த்து ஒரு ஸ்டேஜ்ல இந்த ஸ்டெப்பு போட்டாரா? இதுல போட்ட ஸ்டெப் தானா? എവിടെ അത് വേണം താത്ത. ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ എന്നെ എന്തിനാണ് ഈ ഇൻസ്റ്റയിലിട്ട് കഷ്ടപ്പെടുത്തണേ? ആ നമ്പർ തന്നൂടെ? ഒരിക്കലും വിളിച്ച് ശല്യപ്പെടുത്തൂല. അത് ശരി. എനിക്ക് ഇൻസ്റ്റയാണ് കംഫർട്ട്.
വിളിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ ഫോൺ നമ്പർ? വിളിക്കല്ലേട്ടാ. പറഞ്ഞിട്ട് അവളത് ചെയ്യും, അവളത് ചെയ്യൂ. അഭിയൊന്നും മിണ്ടായിരുന്നേടാ, ഇതൊന്ന് കാണട്ടെ. ഒരു ഹലോ എങ്കിലും പറഞ്ഞിട്ട് വെക്കായിരുന്നു. നീ ആരോടെ ചാട്ടണേ? ആരടി പറയടി. ഞാൻ പറയില്ല, നിനക്കതറിയേണ്ട കാര്യമില്ല. ഞാൻ പറയാം, അജിത്ത് മേനോൻ. അപ്പൊ അരുൺ സാറും അല്ല, പിന്നെ ആരടി? ബൈ, ഗുഡ് നൈറ്റ്. സോനെ ആരാന്നറിയോ? ആരാ? നമ്മളന്ന് കൊച്ചി പോയപ്പോ പ്രശ്നം ഉണ്ടായില്ലേ, ആ ചേട്ടൻ. ഒച്ച വെക്കണ്ട, ജസ്റ്റ് ചാറ്റി, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ആ ബെസ്റ്റ്. നീ പരുന്തുംകാലില് പോകാതെ നോക്കിയാട്ടാ. ആ അജിത്ത് മേനോൻ നമ്പർ ചോദിച്ചാൽ നിനക്ക് കൊടുക്കാൻ മതി. ഇവൻ ചോദിച്ചാ കൊടുക്കാല്ലേ? അജിത്ത് മേനോൻ ആരാണ്? നിന്റെ അമ്മയുടെ മോനാ. എന്ത് മണ്ടെന്ന്. എന്റെ ദൈവമേ, ഗുഡ് നൈറ്റ്. തലയിടിച്ചു. ഫീഡ്ബാക്ക്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തൊരു സാധനം. എടാ എന്റെ കൈ അക്ഷരമൊക്കെ പുള്ളിക്ക് കാണാപ്പാടായിരിക്കില്ലേ? ഒരുപാട് ഇഷ്ടമാണ്, ജീവനാണ് എനിക്ക് അരുൺ സാർ. അരുണേട്ടാ ചിരിക്കാണ്ട് ഏത് മഞ്ഞക്കിളിന്റെ ഡിയർ അരുൺ സാർ. സാറിന് സുഖമാണ്, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അക്കരയിലും ഇക്കരയിൽ ആലിമാലി മണപ്പുറത്തും കാത്ത് കാത്ത് കാത്തു നിന്നേ. വൗ വൗ വൗ. പ്രിയ അരുൺ സാർ, താങ്കൾ ഏത് ബ്രാൻഡ് മസ്കാരയാണ് ഉപയോഗിക്കുന്നത്? അതറിയാൻ കൊള്ളാമെന്നുണ്ട്. എന്ന സ്വന്തം എസ് സോന. നല്ല വിവരമുള്ള സാറാന്ന് തോന്നിയിട്ടുണ്ട്. സാറ് പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. താങ്ക് യു ഫോർ ബീങ് എ ഗുഡ് ടീച്ചർ. എന്ത് ടൈപ്പ് വെജിറ്റബിളാണ് നമുക്ക് അരിയുണ്ട്? കപ്പ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ടേ. ആ ചിപ്സ് ഉണ്ടല്ലോ. നമുക്ക് ഇത് എത്ര കിലോ ഏകദേശം വരുന്നുണ്ട്? ഒരു 100 കിലോ. ഇത്രയൊന്നുമില്ല. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇതിന്റെ ഈ പ്രവർത്തന തത്വം എങ്ങനെയാണ്? അത് സിംഗിൾ ബ്ലേഡ് ആണ്. പിന്നെ കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഡബിൾ ബ്ലേഡ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാ? എന്റെ പൊന്നോ, ഇങ്ങോട്ട് കോളാ. ഞാൻ ചുമ്മാ വിളിച്ചാണ്. അത് ചേട്ടൻ വിളിച്ചപ്പോ കട്ട് ചെയ്തല്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞ വെക്കാൻ. അപ്പൊ ശരി, ഞാൻ വെക്കുവാണ്. ബൈ ബൈ ബൈ. വെക്കല്ലേ. കോനെ കുച്ചിനി. ആരായിരുന്നടാ നീ നേരത്തെ ഫോണും പിടിച്ച് ജെറ്റടിച്ച് ഓടണ്ടായിരുന്നല്ല? ഇനി ഇത് വിളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ടെൻഷൻ അടിപ്പിക്കേണ്ട കാര്യം പറഞ്ഞ പെണ്ണാണോ? അപ്പൊ ആരാന്ന് പറഞ്ഞാൽ നീ തളർന്നു വിടുവല്ലോ. സാലിയാണോ? സാലി ഒന്നല്ല, എടാ പെണ്ണിന്റെ ഒരു ശരണ്യാന്നടാ. അന്ന് നോർത്തിൽ അടി ഉണ്ടാക്കിയില്ലേ? എനിക്കറിയായിരുന്നടാ. അന്ന് നിന്റെ പെരുമാറ്റം ഞാൻ അവിടെ മണത്താണ്. എടുത്തേണ്ടി ഞാൻ പറഞ്ഞാലും എനിക്ക് അവളെ ഇഷ്ടമൊന്നും. നിന്റെ എന്നത്തെ ഓറാക്ടിങ് കണ്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നടാ. അല്ല എന്നെ പറഞ്ഞാൽ മതി. എടാ ഈ ഒരു കാര്യത്തിന് നീ എൻ്റെ കൂടെ നിൽക്കണം. നിനക്കും ശില്പക്കും വേണ്ടി ക്യൂൻ മേരീസിൽ ഞാൻ എൻ്റെ കൗമാരവും യൗവനവും വരെ ബലി കൊടുത്താണ്. ഞാൻ അവളെ വളയ്ക്കാൻ പോണേ. എടാ എൻ്റെ റേഞ്ചിന് നിനക്കാട്ടും നല്ലൊരു കൊച്ചിനെ കിട്ടൂല. അവൾക്ക് നല്ല പഠിപ്പുണ്ട്, ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, നല്ല സ്റ്റാൻഡേർഡും ഉണ്ട്. അത് കള, അതിനെപ്പറ്റി പറഞ്ഞു തർക്കിക്കാൻ എനിക്ക് നേരില്ല. എടാ നീ തെണ്ടിത്തരോടാ കാണിച്ചത്. എടാ നീയല്ലേ പറഞ്ഞ അവൾക്ക് ശില്പയുടെ ചായ ഉണ്ട്, തേങ്ങ ഉണ്ടെന്നൊക്കെ. അതിന് അവളെ കാണാൻ ശില്പനെ പോലെ ഒന്നുമില്ല. സോ വാട്ട്? എടാ നീ എന്നോട് മറച്ചു വെച്ചുണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. എടാ ഞാൻ മെഷീനോണായി വാ. എടാ ഞാനൊന്ന് മീൻ വാങ്ങാൻ പോയപ്പോ നീയൊക്കെയല്ലേ പറഞ്ഞ മീൻ വാങ്ങണ്ടെന്ന്. ഞങ്ങളുടെ കണക്ഷൻ തന്നെ അതിലാടാ. എടാ ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു പോയടാ. അപ്പൊ സാലി എന്ത് ചെയ്യും? നീ ഒന്നും നടന്നങ്ങട് ഇതിനൊക്കെയാ നിമിത്തം എന്ന് പറയണത്. വെറുതെ. ഹലോ, ആ ഞാനേ ഒരു സംശയം ചോദിക്കാൻ വിളിച്ചാണ്. നിങ്ങളുടെ ചെറിയ പരിപാടിയല്ലേ ഈ 3 ഫേസ് മില്ലൊക്കെ പോലുള്ള പരിപാടിക്കുള്ളതാണ്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വേറൊന്നുമില്ല. ശരിയെന്നാ വെച്ചോ. അയ്യോ എന്താ കാട്ടണം നീ? പുള്ളിയുടെ മുകളിലേക്ക് കൂടി പോകാൻ നല്ല രസല്ലേ? ആ കളിക്കാൻ നിന്ന് തലയും കുത്തി താഴെ വീഴും. പോട്ടെ ഇങ്ങട്. ഞാൻ തൃശ്ശൂർ വന്നാലേ നൈസായിട്ട് എന്നെ കാണാൻ പറ്റുമോ? അതൊന്നും ശരിയാവൂല. ഞാൻ അവിടെ കൊല്ലം ബിസിയാ. ഞാനേ സോനയുടെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് വല്ലാതെ ചോറിച്ചല്. ഒരു പപ്പട കളർ ബനിയ. അയ്യോ ഞാനത് ഉദ്ദേശിച്ചിട്ട്. ഞാനിപ്പോ കടന്നുന്ന സ്ഥലത്തിന്റെ പേരെന്താ അറിയോ? ഇവിടെ നല്ല പാടങ്ങളാണ്. ഇനി ഒരു 3 കിലോമീറ്റർ പാടാണ്. അത് കഴിഞ്ഞ് എന്നെ വീടാൻ. ഞാനിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന് പേരെന്താന്ന് അറിയോ? ആലഞ്ചോട്. അപ്പൊ നീ എനിക്ക് ഇവിടെ കുറെ ആലുണ്ടെന്ന്. അമ്മ വായ കൂട്ടി നല്ല വില കൊടുത്ത് വാങ്ങിയതാണ്. അല്ലെങ്കിൽ പോകും പുറത്തേക്ക്. എന്നെ ഈ ചേട്ടാ ചേട്ടാ എന്നുള്ള വിളി നിർത്തിക്കൂടെ?
പിന്നെന്ത് വിളിക്കും? അല്ലെങ്കിൽ എടാന്ന് വിളിച്ചോ. ഡാ, ഇത്രയും പെട്ടെന്നാ? ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം പോവാ. ഞങ്ങളുടെ മെസ്സിന്റെ കല്യാണമാണ് മറ്റന്നാള്. ഇതാണ് എന്താ പരിപാടി? നാളെ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് ഒരാളെ. ഇതെന്തൊരു കഷ്ടമാണ്. കഴിഞ്ഞ ആഴ്ച കോയമ്പത്തൂര്, അത് കഴിഞ്ഞപ്പോ മഞ്ചേരിയിൽ കല്യാണം, പിന്നെ എന്റെ പനങ്ങാട് സ്റ്റേഷൻ. എന്നെ കൊണ്ട് വയ്യടാ, ബോഡി പെയിനാന്ന്. എടാ വരണേ, നിനക്കും ശില്പൊക്കെ വേണ്ടി ഞാൻ മൈസൂർ മസനം കൂടി ടിൻറ്റിക്കിടും. നോ, മനസ്സിലായി, ഞാൻ വരാം. അപ്പൊ നാളെ കല്യാണ ഹാളിൽ ലോക്കൽസ് വരുന്ന ഇറങ്ങൂല നമ്മളെന്നെ. അല്ല ഇവിടെ സ്റ്റേ പട്ടിയോട് സെറ്റപ്പിലെ ടെക്നോ പാർക്കിൽ പിള്ളേർ താമസിക്കുന്ന വീട്ടിൽ സെറ്റ് ചെയ്തേണ്ടി. അപ്പൊ ചെലവ് ഫുൾ ചെലവ് ഞാനായിട്ട് പകുതി. എടാ നീ എന്നെ കണ്ടോണ്ട് ഞാൻ എവിടെ നോക്കി എനിക്കറിയായിരുന്നു. ഞാൻ ട്രിവാൻഡ്രം போறாரா? ഷാരുൺ ബ്രോ ഹോളിലാരും കിടക്കണല്ലോ? ഇല്ല, ഹോളിലാരും കിടക്കുന്നില്ല. അപ്പൊ ഞങ്ങളിവിടെ സെറ്റ് ആയിക്കോളാം. ഞാൻ ആദ്യം വിളിക്കോട്ടാ. ബ്രോ ബാത്റൂം എവിടെയാണ്? ബാത്റൂമാ? ആ കണ്ടു കണ്ടു. മകതിരാ. ഹലോ ഹലോ, കുറെ മിസ് കോൾ കണ്ടല്ലോ. ഞാനിപ്പോ എവിടെയെന്ന് അറിയോ? എറണാകുളത്തല്ലേ? അല്ല, ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നേക്കണേണ്. തിരുവനന്തപുരത്തേക്കാ? എന്തിന്? ഞങ്ങൾ നാളെ കല്യാണത്തിന് തന്നെ. ഞങ്ങളാ? വേറെ ആര്? എന്റെ കൂടെ വരുന്നുണ്ട് എന്റെ ഫ്രണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? നിങ്ങളെന്ത് പണ്ടാർത്താണ് ഇങ്ങോട്ട് കിട്ടിയെടുത്തേ? ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചിട്ട് തിരുവനന്തപുരത്തേക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നീ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച പോലെ എനിക്ക് തോന്നിയത്. അയ്യടാ. അതെ, കല്യാണം എവിടെ വെച്ചിട്ടാണ്? ഏത് ഹോളിലാണ്? ഉറങ്ങാൻ പറ്റണല്ലോ. നീ ലൊക്കേഷൻ അയച്ചിട്ടേക്ക്, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. അവര് പിള്ളേരെല്ലാരും റെഡ് ഡ്രസ് ഇടാനെന്ന് പറഞ്ഞ യൂണിഫോം ആയിട്ട്. അപ്പൊ നമ്മുടെ അടുത്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇല്ലടക്കെ. ബ്രോ, ബ്രോന്റെ അടുത്ത് ചുവന്ന ഷർട്ട് ഉണ്ടാവോ? ചുവന്ന ഷർട്ട് ഉണ്ടാവാൻ ചാൻസ് ബ്രോ ഉണ്ടാവും. ബ്രോന്റെ ഷർട്ടൊക്കെ ഒന്ന് കാണിച്ചെന്ന്. അത് മതി ബ്രോ, ഒന്ന് എടുത്താ ബ്രോ. അല്ല, ഇത് ഞാൻ അത് കിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇടാത്ത വേണ്ട, ഇട്ട് മുഷിഞ്ഞത് വേണ്ട ബ്രോ. അല്ല, ഞാനിത് വേറെ ആവശ്യം വേണ്ടി എടുത്ത് വെച്ചാണ്. എന്റെ പൊന്നു ബ്രോ, ഞങ്ങൾ കൊച്ചിക്കുണ്ടോല്ല, ഫോണിനും പൂരി തരൂലേ? തരും. ചൂടെടുത്തിട്ട് പൊളിയാണോടെ. കഴിഞ്ഞ ദിവസേ ക്ലാസ്സിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തപ്പോ സാറേ എഴുന്നേറ്റ് ചേർത്തി കൈയടിച്ചു. ഈ തിരുവനന്തപുരം ഭാഗത്തെ കല്യാണത്തിന്റെ രീതികളൊക്കെ ഒന്ന് വേറെയാണ്. നമ്മുടെ ഈ തൃശ്ശൂർ പാലക്കാട് സ്റ്റൈലല്ല. ഇവിടെ ഈ കല്യാണത്തിന് ബോളി കിട്ടും. ശരണി കഴിച്ചിട്ടുണ്ടോ? നല്ല രസമാണ്. പിന്നെ അമ്മ ചോദിക്കുക കല്യാണം നോക്കട്ടേന്ന്. ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് മതി, കല്യാണപ്രായം ഒന്നും ആയിട്ടില്ലല്ലോ. പിന്നെ സയൻസ് എക്സിബിഷന് സാമ്പാർ വിളമ്പുന്നൊരു റോബോട്ട് അപ്പമ്മ ചോദിക്കുക നീ ആരെങ്കിലും മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോന്ന്. ഞാനിപ്പോ എന്താ പറയാ അല്ലേ? പിരികത്തിന് കുറച്ച് കട്ടി കൂടി തോന്നുന്നു. ത്രെഡ് ആയിരുന്നില്ലേ? ഇതല്ലേ ഭംഗി? ആണോ? അല്ലേ? ഇതും ഭംഗിയാണ്. ഈ കഷ്ടപ്പാട് കണ്ടിട്ടെങ്കിലും ഉൾക്കൊരു ജീവിതം കൊടുക്കാറില്ലേ? അതാ നീ കൊടുക്കൂ. വേസ്റ്റഡ്. ഈ റോബോട്ടിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റാ. ശരണ്യ, നമുക്കൊരു സെൽഫി എടുത്താലോ? ആ എടുക്കാം. വാ സോന, സെൽഫി വാ. പിന്നെ എടുക്കാം. പിന്നെ അത് ശരിയാ, അകത്ത് കയറിയിട്ട് എടുക്കാം. എല്ലാവർക്കും കൂടി എടുക്കാം. റോബോട്ടിന്റെ ബാക്കി വിശേഷം. സാറിന്റെ പെണ്ണ് കേസ് എന്തായിരുന്നു? എങ്ങനെ? അല്ല, പെണ്ണ് കാണല്. ഇതെന്താണത്? പാർട്ടി സമ്മേളനം എന്നോടൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞിട്ടായിരുന്നു. നോക്കി രണ്ടുപേരും ഡമാലാ പോയി. ഇതാ നൈസായിട്ട് പുറത്തു ഹായ്. ഇത് വരും.
അന്ന് ഉണ്ടായിരുന്നു. ആ അതന്നെ. നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ല? അവിടെ മറ്റേ വിളക്കില്ല സോനയൊക്കെ. ഞങ്ങളിവിടെ നിന്നോളാം. നീ ഇവിടെ കുറച്ചേരം നിൽക്ക്. ഞാനിവിടെ. അല്ലെങ്കിൽ 24 മണിക്കൂറും വലയെ കുടുങ്ങിയ കടൽപ്പാമ്പനെ പോലെ കിടക്കുന്ന പെണ്ണാണ്. തല്ലിപ്പുള്ളികളെ കണ്ടപ്പോൾ ഉടുക്കത്തെ കളിഞ്ചിരി. നിനക്ക് മനസ്സിലായോ? കോനോ നിനക്കറിയായിരുന്നോ? ഞങ്ങള് ശരണ്യയുടെ ഫ്രണ്ട്സ്. ഞാൻ ശരണ്യയുടെ സാറാ. അരുൺ രാജ്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. അല്ല ഞങ്ങൾ എറണാകുളത്താണ്. അപ്പൊ ട്രിവാൻഡ്രത്ത് ഒരു ആവശ്യത്തിന് വന്നപ്പോ ശരണ്യനെ വിളിച്ചപ്പോഴുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാ കണ്ടിട്ട് വന്നു വെച്ച് വന്ന. അതാണ് യാദൃശികം എന്ന് പറയണേ. ഞങ്ങൾ രാവിലെ വെറുതെ എടുത്തിട്ടാണ് റെഡ്. ഇവിടെ നോക്കിയപ്പോ എല്ലാരും റെഡ്. ഇത് മെറൂണാട്ടാ. നിങ്ങള് ഇറങ്ങില്ലേ? ശരണ്യ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞേക്കണേ. ഇവിടെ നമ്പറും തരുമോ? നമ്പറാ? നമ്പർ വാങ്ങി 970 കോടി 970 കോടി 71,55,975. പത്തക്കം. പ്രോഡക്റ്റ് പേരെന്ന് പറഞ്ഞ ദീപു. ശരി ശരി സാർ. அந்த டெலிஷன் கொடுக்குறது கொலர் சவுண்டு ஹிருதயம் నుంచి அங்கேயும் காலி எடுக்கும். അയ്യോ എവിടെ ഇരിക്കും? അതല്ല ഞാൻ ഇത് തുറന്നു പറഞ്ഞു. എടാ വാങ്. എടാ ഇപ്പുറത്തെടുത്ത്. നീ ഇവിടെ നിന്ന് പറയാൻ അവിടെ ഇരിക്കണോ? നീ അവിടെ അങ്ങനെ ഇരുന്നേ. ശരണ്യ നീ എപ്പോഴാ പോണേ? ഞങ്ങൾ കുറച്ച് കഴിഞ്ഞു പോകും. നിങ്ങൾ എപ്പോഴാ പോണേ? നിങ്ങൾ പോയ ഉടനെ ഞങ്ങളും പോവും. സാറേ നമ്മളുടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലെ CMRRല് ചെറിയൊരു കൺഫ്യൂഷൻ. അത് ഇപ്പോഴാണ് നീ ഡൗട്ട് വയ്ക്കുന്നത്? അല്ല സാറല്ലേ പറഞ്ഞ ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാന്ന്. എന്നാ നീ പാതിരാത്രിക്ക് വിളിക്കടാ. പിന്നെ ഇന്നലെ പറഞ്ഞ കാര്യം ആലോചിക്കാതെ ആലോചിച്ചാ പൊന്നു ഇവിടെ തന്നെ വേണം. എങ്ക ഇருக்கு ശരണ്യ? ഓക്കെയാണ്. എന്തോക്കെ? ഡണ്ണാണ് ഡൺ. எதுக்கு சொல்லலாம் அந்த மேட்டர் കഴിക്കണതുണ്ട്. എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ളത് മാത്രമേ സ്വന്തം പപ്പടം വേറെ കൊടുക്കാറുള്ളൂ. അതും ട്രഡീഷനോ? പഴം വേണം. ഡാബി ഇതെങ്കിലും മര്യാദക്ക് നടത്തണേടാ. ഞങ്ങളൊക്കെ ഇല്ലേ? ബാക്കി എല്ലാരും ഇട്ടോ. ஓ மச்சான் பேர் சொல்லிட்டாரு அவரு தீபுன்னு. ഇല്ല ഫുഡ് എത്തിയിട്ടില്ല. നീ കഴിച്ചാ? പിന്നെ ഈ സൺഡേ വീട്ടിൽ ഞങ്ങൾ തൃശ്ശൂർ കറട്ടെ. ഒരു പ്രശ്നമില്ല, പാവങ്ങളാ, ഡീസന്റ്. ഷാരു ഫുഡ് വന്നിട്ടാ ഞാൻ വിളിക്കാം. നല്ലൊരു പെങ്കൊച്ച്. എന്തിന്റെ ഭ്രാന്താന്ന് ഞാനാലോചിക്കും. കേൾക്കുമ്പോണ്ടല്ലോ എന്റെ പൊന്നു വരണേ, ഞാനിപ്പോ വേറെ ലെവൽ ഫീലിംഗ് അനുഭവിച്ചോണ്ടിരിക്കുന്നു. ഇനിയിപ്പോ ചെക്കന് ടെഡ്ഡി ബിയർ, ഡയറി മിൽക്ക്, ലവിന്റെ ചിഹ്നമുള്ള തലയണ, പിന്നെ വാലന്റൈൻസ് കാർഡ്. ചെക്കൻ ബിസിയാണ്. എടാ നീ വിചാരിക്കുന്നത് ഒരു പെണ്ണല്ല ശരണ്യ. അവക്ക് ഇതൊന്നും ഇഷ്ടമല്ല. ബുദ്ധിജീവിയാണ്, ബുദ്ധിജീവി. ഡയറി മിൽക്ക് സിൽക്ക് ഇഷ്ടമല്ലാന്ന് പറയണ്ട, ഞാൻ വിശ്വസിച്ചില്ല. അതിഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവൻ പറഞ്ഞ ബാക്കി സ്റ്റേഷനറി ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. ചേട്ടാ ടെഡ്ഡി ബിയർ ഇഷ്ടമാണ്, ഡയറി മിൽക്ക് ഇഷ്ടമാണ്. ഇതെന്താണിത്? ഒരാൾ ഇങ്ങനെ ഒതുക്കരുത്. കണ്ണം കറഞ്ഞിട്ടേ ഒന്ന് പോയണം. എന്താണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ദീപു. എന്നെ പോലെ തന്നെ
പാവാ. നിന്നെ പോലാന്നോ അതോ പാവാന്നോ? രണ്ടിലും ഒന്ന് പറ. എന്ത് പാവാണല്ലോ എനിക്കിഷ്ടമല്ല. അവനും നിന്നോട് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. റെസിസ്റ്റൻസ് പഠിക്കാൻ ശരണിക്ക് അറിയില്ലേ? അറിയാം. പിന്നെ എന്തി വരച്ച് വെച്ചേക്കണത്? അറക്കവാളോ? ഞാൻ ഒന്നുപോലും സൈൻ ചെയ്തിട്ടില്ല. എല്ലാം മാറ്റി വരയ്ക്കണം കേട്ടാ. കർവ് സ്മൂത്ത് ആയിരിക്കണം 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സാർ എല്ലാവരും ലൂർദുള്ള തന്നെ വരച്ചേക്കുന്നത്. ഞാനും സംഗീതം ഒരുമിച്ചാ വരച്ച്. താനേ തൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടാ. ഫസ്റ്റ് ഇയറിൽ കണ്ട പാവം കുട്ടി നല്ല ശരണ്യ. ആൾ ഈ ലോകത്തേ അല്ല. താരു കാര്യം ചെയ്യും, ഇതെല്ലാം മാറ്റി വരയ്ക്ക്. ഞാനൊന്ന് അയഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും കൂടി എൻ്റെ തലേ കയറി ഫീഡ്ബാക്ക് എഴുതാൻ പറഞ്ഞപ്പോൾ ലൈസൻസ് ആക്കി എടുത്ത് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതി വെച്ചത്? സാർ ദേ ഔട്ട്പുട്ട് കിട്ടി. വാവ്, വണ്ടർഫുൾ. എടോ നോയ്സ് സിഗ്നൽ എന്താണ്, ഔട്ട്പുട്ട് എന്താണെന്ന് എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ലേ. താൻ കുറെ കാലായില്ലടോ ലാബിൽ കിടന്ന് വരകണ്. തന്നോടേ കൂടുതലൊന്നും ഞാൻ പറയണില്ല. ഇഡിയറ്റ്. ലൂർദ് പള്ളി മാറി ഇപ്പൊ പുത്തമ്പള്ളിയോ? ഒരു കാര്യം ചെയ്യ്, എല്ലാം മാറ്റി വെച്ചിട്ട് ലാബിൽ കയറിയാൽ മതി. ഔട്ട്. സാറേ CRO ഷോക്ക് ഉണ്ട് കേട്ടോ. ഞാൻ ഔട്ട്പുട്ട് കാണിക്കടാ. പ്രോബ് വരെയൊക്കെ അവന് കണക്ട് ചെയ്യാറിയില്ല. ഫോളോ മീ. സമയം വേണോ? എത്ര? ഒരു 6 മിനിറ്റോ? 6 മാസം. യു ആർ റൈറ്റ്. ഒരു കല്യാണം ആകുമ്പോൾ 6 മാസം ആലോചിക്കണം. കുഴപ്പമില്ല, ഞാൻ 6 മാസം വെയിറ്റ് ചെയ്യാം. ആലോചിച്ചിട്ട് പറഞ്ഞാൽ പിന്നെ ഈ ഡ്രസ്സ് ഭയങ്കര ബോറാണ്. ഇനി തരണ്ട. 6 മാസം. നീ എന്തിനാണ് 6 മാസം പറയാൻ പോയത്? നിനക്കുള്ള കാര്യം തുറന്നു പറഞ്ഞാ പോരെ? പിന്നെ ആ പുള്ളിനെ കത്തിയും കുത്താവും. നീ ഇടയ്ക്കരൊന്ന് കുത്താവോ? ഇല്ലല്ലോ. 6 മാസം കഴിഞ്ഞെന്താ പറയാൻ പോണേ? വേറൊരു 6 മാസം കൂടി ചോദിക്കാവുന്നതാണ്. സംഗീതന്റെ മുഖത്തുനിന്നായിരിക്കുന്നു. എവിടെ? എന്റെ പനി അങ്ങനെ മാറിയില്ല. ഇതങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്നല്ലോ, പ്രേമപ്പനിയല്ലേ. ചേട്ടാ ഒരു പപ്പടം കൊടുത്തേ. 1 2 കൊടുക്കാം. എടാ അവിടെ ഫുള്ള് ചിക്സ് ആണോ? സോറിടാ. ഹലോ, ഹായ്. ഇത് ശരണ്യ, ഇതാ വലേട്ടൻ, ഇത് പട്ടിവിനു. സോറിടാ. ഇത് ജോർജ് രാജ. തട്ടിക്കൊണ്ട് പോണം നമ്മളെ. വണ്ടി അതേ ഹിന്ദി വരത്തില്ല. ഈ വെയിലത്തിടന്ന് ഉറങ്ങണമെങ്കിൽ ഇവിടെ ചില്ലറ മാസം നല്ലല്ലോ. കനോണ് കനം. എടാ പോവാ, എന്തോരം നേരം ഇന്നോസ് പ്രോഡക്റ്റാ. കടയിൽ ചിന്തി. ഇപ്പോഴും മുഴുവൻ ശരിയായിട്ടൊന്നുമില്ല. ചിലത് ഞാൻ സൈൻ ചെയ്തിട്ടില്ല, അത് മാറ്റി വരയ്ക്കണം. പേപ്പർ ശരണി ഇത് വായിച്ചിട്ട് എനിക്ക് റിപ്ലൈ തരണം. സാർ നടക്കില്ല. എന്തുകൊണ്ട് നടക്കില്ല? ശരണി വിചാരിക്കുന്ന പോലെ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. സോറി. ഐ ലവ് യു. സാർ ഇത് ഭയങ്കര മോശമാണ്. നിങ്ങൾ എന്റെ സാറാണ്. ആണ്, പക്ഷേ ശരണ്യ ഈ ലെറ്ററിന്റെ കാര്യം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി.
Dear Sharanya, from the day I laid my eyes on you, I knew you were the one for me. It will be a credit to have you as my lover and mother of my kids. I love you. എന്താ ചോര കൊണ്ടാണ് എഴുതിയേക്കണേ? എന്ത് പോലീസിനായ Yours faithfully, Arun Raj. யாருக்கு சொல்லணும்? ഒരു സെക്കൻഡ് പോലും കഴിഞ്ഞ വിളിച്ച് വിഷയം തോന്നണ്ട നീ അവളോ അല്ലെങ്കിൽ വിഷയം ഉണ്ടാക്കങ്ങൾ അവൾക്ക് അങ്ങനെ സീനൊന്നുമില്ലടാ. പൊന്നു മോനെ ഞാൻ അനുഭവിച്ചിട്ടുള്ള പറയാം നീ വിളിച്ചേക്കണോട്ടാ മനസ്സിലായ 500 ചെലവാക്കി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ച കേൾക്കാം ഇനി തുള്ളിനെ മൊത്തം വെത്തങ്ങനെ അയാളുണ്ടോ പിന്നെ ഇവിടെ കളി മാറും. ഹലോ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്. രാത്രി വിളിച്ചിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ. അവളും അതേപോലെ തന്നെ ഒരു ഇത് ഫുട്ബോൾ ആടുന്നത്. എടി നോക്കണില്ലേ 50-49 നോക്കിട്ട് പറഞ്ഞാൽ മതി. ரோமியோ படத்துல வருமாடா? இது ஹன்சிகா ஃப்ரெண்டா? എടി തോറ്റടി സാർ എന്തിനാ എനിക്ക് അണ്ടറിട്ട് താനത് റിസർവ് ചെയ്യുന്നുണ്ട്. തനി മൊത്തം ഭയങ്കര ഉറപ്പായിരുന്നല്ല. അറ്റൻഡൻസും ഇല്ല, അസൈൻമെന്റ്സ് ഒന്നും വെച്ചിട്ടില്ല. ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. സർ പേഴ്സണൽ വിരോധം വെച്ച് ഇങ്ങനെ ചെയ്യരുത്. എന്ത് പേഴ്സണൽ വിരോധം? തന്നോട് ഞാൻ മറ്റേ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് താൻ മൊത്തം പാട്ടാക്കിയില്ലേ? സാർ അത് അവർ കണ്ടുപിടിച്ചതാണ്. തനിക്കില്ല ഊറുള്ള കാര്യം തൻ്റെ വീട്ടിലറിയൂ. ഞാനത് പാട്ടാക്കട്ടെ. ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് വരരുത്, മനസ്സിലായ? എവിടെ നിങ്ങളുടെ വീട് എവിടെയാണ്? ധാരാവിയോ? അവിടെ എന്താ പ്രധാനം? അതോലോ. മോളുടെ വീട് എവിടെയാണ്? എന്റെ വീട് കൊച്ചി, വൈറ്റില. വൈറ്റില. അവിടെ എന്താ പ്രധാനം? അവിടെ ഇവളാണ് പ്രധാനം. വീട്ടിൽ വന്ന അവളുടെ കാര്യം നീ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഒട്ടും ശ്രദ്ധിക്കില്ല. പിന്നെന്താ കാട്ടുക? അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാഞ്ഞിട്ടാണോ? ശരണയുടെ പാരന്റ്സ് അല്ലേ? അതെ അതെ. ഞാൻ അജിത് മേനോൻ, ഫൈനലി റേസി. ഓ, മോന്റെ വീട് എവിടെയാണ്? ഗുരുവായൂർ അടുത്ത് മമ്മിയൂർ. ആ, അവിടെ എന്താ പ്രധാനം? വീട്ടിൽ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അതാ പ്രധാനം. എനിക്ക് ശരണയെ ഇഷ്ടമാണ്. എന്താണ്? ഐ മീൻ ഐ ലവ് ഹർ. ശരണ്യെ വിവാഹം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് പറഞ്ഞത് നീ? നിനക്ക് എന്റെ പ്രായമുണ്ടല്ലോ നിനക്ക്, ഇല്ലേ? നീ ആരാണ്? നീ ഇവിടുത്തെ മാഷാണോ അതോ സ്റ്റുഡന്റ് ആണോ? അവളെന്താ അതിനോട് പറഞ്ഞത്? ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. 6 മാസം കഴിഞ്ഞ്. അല്ലെങ്കിൽ എന്തിനാ ഈ പോങ്ങനോട് പറയണത്? അവളെവിടെയാണ്? ഹലോ, ശരണ്യയുടെ അച്ഛനായി പോയി. ഇല്ലേ അവനെ കൊല്ലില്ല ഞാൻ ചോദിച്ചോ. അത് പിന്നെ എനിക്ക് അറിയത്തില്ല കുഞ്ഞെ. അയാൾ ചായ ഓർഡർ ചെയ്യാൻ നന്നായി. അല്ല കുഞ്ഞിന്റെ മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നേനെ. സഞ്ജു, താനൊന്നും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. കേട്ടാ ജിമ്മി കൈ നീട്ടും 500 നോട്ടാണ് പട്ടി എടുത്ത് തരണേ. സോറി. ഇപ്പൊ നിന്റെ വർത്തമാനം കേട്ടിട്ട് ഞാൻ നിനക്ക് മാർക്ക് കുറച്ചിട്ട് പോലെ ഉണ്ടല്ലോ. ഞാൻ അയാളോട് നോ പറഞ്ഞതിന്റെ ദേഷ്യാണ് അയാൾക്ക്. ഞാൻ കണ്ടെടുത്തോളം അയാളൊരു മാന്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ദീപു നീ വെച്ചിട്ട് പോയേ, എന്റെ മൂഡ് ശരിയല്ല. ഹലോ, നീ എന്താ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കുന്നേ? എനിക്ക് പൊളിഞ്ഞിട്ട് നീ എന്താ ഫോൺ എടുക്കാ? ഞാൻ പ്രാക്ടീസിന്റെ അടുത്തായിരുന്നു, കണ്ടില്ല. ഓ പിന്നെ കണ്ടില്ലെന്ന്? അല്ല, ഞാൻ മനപ്പൂർവ്വം എടുക്കാതിരുന്ന. നീ ഇപ്പൊ എവിടാ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി, ഇപ്പൊ കോയമ്പത്തൂർ എത്താറായി. കോയമ്പത്തൂരാ? എന്റെ പൊന്നു ദീപു, നീ തിരിച്ചു പോ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട്. ഒരു മിനിറ്റേ, നീ കോയമ്പത്തൂർ തന്നെയാണോ? അതെ. നോണയല്ലേടാ, നീ പറഞ്ഞോളം തന്നെയല്ലേ? അല്ല. കോയമ്പത്തൂരാണെങ്കി ഇപ്പൊ വീഡിയോ കോളാ. എനിക്ക് നെറ്റില്ല. ഉണ്ടാവില്ല. ഞാൻ കോയമ്പത്തൂർ ആണ് ആണ് ആണ്. എന്നിട്ട് നീ എന്താ കഴിക്കുന്നത്? തൈര് സാദം. തൈര് സാദം അല്ല, തൈര്. കോയമ്പത്തൂരാണെങ്കിൽ മലയാളത്തിൽ എങ്ങനെയാ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നത്? അത് ഞാൻ ബോർഡറിലാണ്. കള്ളത്തരാണോ നോക്കിയേ. ഇനി നീ കോയമ്പത്തൂരാണ് പ്രൂവ് ചെയ്തിട്ട് എന്നെ വിളിച്ചാ മതി. ബൈ. നീ ആരോടെ കോയമ്പത്തൂരാന്ന് പറഞ്ഞ് വിളിച്ച് കൂവുണ്ടായിരുന്നല്ല? എടി അത് വരുണ്ട ഒരു കേസാണ്, നാറ്റ കേസാണത്. എന്താണത്? കോയമ്പത്തൂരാ? ഭ്രാന്താണെന്ന് ഞാൻ ചോദിക്കാനല്ല. പൊന്നുമാൻ നീ പടിയേറി വരുമ്പോ എനിക്ക് പേടിയാണ്. എന്നെ കൂട്ടിക്കൊണ്ടാന്ന് വിചാരിച്ചിട്ട്. എടാ വരുണേ, ഞാൻ അറിയാണ്ട് പറഞ്ഞു. എന്തിനേ എന്നോട് പറയുന്നതിന് എന്നോട് വാക്ക് ചോദിച്ചില്ല. അങ്ങനെ ഞാൻ കാക്കനോട് പറഞ്ഞു വരുന്നില്ലേ? നിനക്ക് കോയമ്പത്തൂർ എടുത്തതിൽ ആവശ്യമാണെന്ന് ചിന്തിച്ചു നോക്കിയേ. എന്താ ആവശ്യം ഉണ്ടാവാൻ? എടി ഇതെന്റെ അഭിമാന പ്രശ്നമാടാ. അവള് നേരിട്ട് വെല്ലുവിളിച്ചേക്കണേണ്. ആത്മാഭിമാന സീരിയലിലെ വിളിക്കുന്ന ഒരു മച്ചാനാണ് ഞാൻ. അപ്പൊ നെക്സ്റ്റ് ബസ് റൗണ്ട് ആണ്.
നിങ്ങളുടെ ഫ്രണ്ടിൽ ബസർ വെച്ചിട്ടുണ്ട്. ആദ്യം ബസ് ചെയ്യുന്ന ആൾക്ക് ഉത്തരം പറയാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദിസ് പേഴ്സണാലിറ്റി. മിസ് യെസ്. വാവ സുരേഷ്. നോ. മിസ് യെസ്. ലിയോൺ ട്രോട്സ്കി. That's the correct answer. 10 points to polite rascals. നിന്നെ അജിത്തോടെ അന്വേഷിക്കണ്ടാ. പുള്ളി മറ്റേ ട്രിപ്പിളിക്കാരുടെ പാലമരച്ചോട്ടി നിപ്പുണ്ട് നിന്നെ കാത്ത്. പാലമരച്ചോട്ടി പോകാൻ ഇവളാര് യക്ഷിയാ? എന്ത് കൂടാലാണ്. നമുക്ക് നോക്കിട്ട് വരാം. അതേ ഒരാളെ മത്തി ഇനി ഞാൻ സപ്ലൈ ചെയ്താൽ മാത്രം ഇങ്ങോട്ട് വരവുണ്ടാവും. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നല്ലോ. 6 മാസം കഴിഞ്ഞു. ശരണ്യ ഒന്നും പറഞ്ഞില്ല. 6 മാസം കഴിഞ്ഞല്ലേ? അതെ, മിനിഞ്ഞാന്ന് കഴിഞ്ഞു. ചേട്ടാ, ഞാൻ അതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ചു. പക്ഷെ എനിക്കൊരു വലിയേട്ടനെ പോലെ കാണാൻ പറ്റുള്ളൂ. സോറി. അതുകൊണ്ടല്ല, എനിക്ക് ഒരു ബ്രദറിനെ പോലെ പറ്റുള്ളൂ. വലിയേട്ടൻ പദവിയിൽ നിന്ന് എന്തെങ്കിലും നീക്കുവൊക്കെ ഉണ്ടാവോ? സോറി, ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ട് വോഡ്ക. ഞാൻ ചെല്ലട്ടെ, പ്രാക്ടീസ് ഉണ്ട്. ആർക്ക്? ഫ്രണ്ട്സിന്. ശരണ്യ സംഗീതമായിട്ട് ഭയങ്കര കമ്പനിയാണ്. എനിക്കവന് ഭയങ്കര ഇഷ്ടമാണ്. How many electoral votes did Donald Trump get in 2016 US presidential election? സംഗീതത്തെ ഇതിനെ കൊല്ലണോസാണ്. That's the correct answer. Miss, wait. 304 votes ഓ ഡിഫറൻസാ. നീയുള്ള ശരണ്യയുടെ കാമുകൻ അയാ കൊള്ളാമെന്നായിരുന്നു. അവക്കെന്തെങ്കിലും സംഭവിച്ച ഐ വിൽ ബി ദ മോസ്റ്റ് അഫക്റ്റഡ് പേഴ്സൺ. നിന്നിപ്പൊ കൊന്ന ഹിമാലയ സോളോ ട്രിപ്പിന് വേണ്ടി ഞാൻ ചെയ്ത സകല ഹോട്ടൽ റിസർവേഷൻ മൃത്യവും അതുകൊണ്ട് മാത്രം ജീവിച്ചോ. എനിക്കറിയാം. നിനക്ക് ഞാനെന്താ ചെണ്ടേ ഒരു ഭാഗത്ത് നീ മറ്റോടത്ത് അരുൺ സാറ്. എനിക്ക് അറിയാൻ പാടില്ലാണ്ട് വെക്കണം. നിനക്കൊക്കെ അവളെ കിട്ടിയുള്ള ചിത്തരോഗി. ട്രിപ്പാണ് മുഖ്യം. നിങ്ങളെന്താ കിസിന്റെ അടുത്ത് പോന്നെ? എന്റെ പൊന്നി, നിന്നെ സമ്മതിച്ച്. നീ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി കോയമ്പത്തൂരെ പോയേക്കണല്ലേ? ഇനിയിപ്പോ കൈ കിട്ടിയാണല്ലോ അടിച്ചു കൊന്നേനെ ഞാൻ. ഇനി ഇന്നലെ ഫോട്ടോഷോപ്പ് എങ്ങനെയാണോ? ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പൂന്നല്ലേ നീ പറയുള്ളൂ. ഇടിച്ചു പോലെയാണെങ്കിൽ ഞാൻ കോളേജിന്റെ പുറത്തുണ്ട്. ഇതെന്താണ് അയ്യപ്പൻകാവിൽ ഉത്സവം? ദീപയുടെ ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല ഇടി ഇടിച്ചനെ. ഒരു സെക്കൻഡ് നീ വന്ന്. നിനക്ക് 2 ഓപ്ഷനാണ്. സോനൻ ടീമായിട്ട് പോയി എൻജോയ് ചെയ്യാം. ഓപ്ഷൻ 2. അന്ന് നീ വേഞ്ചല്ലേ, ഞാൻ സോർട്ട് ചെയ്തിട്ടെ. അത് ഓപ്ഷൻ 1. എന്റെ അമ്മ ഞാൻ നാടുകൂട്ടായി വിളിച്ച് അന്വേഷിക്കൂലും ചെയ്യൂല. അവസാനം ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയണം, അമ്മയെ ഞാൻ വിളിച്ചോടി പോയേക്കണേന്ന്. പക്ഷെ നിങ്ങളുടെ ഫാമിലി ഫുൾ ജോളിയല്ലേ? காலேஜ் கல்ச்சுரல் இங்க வந்து அவ கூட ஒருத்த பேசிட்டு இருக்கா. പിന്നെ അങ്ങോട്ട് പോര്. அவர் இதுக்கு போயிட்டார்ல ட்ரிப்புக்கு. ஹிமாலயா போயிட்டாரு. புஷ்பா மாதிரி வண்டியில் வந்து உட்காந்துறாங்க. ഇത് കാണുമ്പോ ഏതൊക്കെയോ പടത്തിലെ സീനൊക്കെ ഓർമ്മ വന്ന്. ഏത് സിനിമ? ഒരു കപ്പല് മഞ്ഞിലിടിച്ച് മുങ്ങിപ്പോണ ഒരു പടമില്ലേ? ഓ, മോനാ പടം ഓർമ്മ വന്നോ? ഓഹോ, அதுக்கப்புறம் என்ன தெரியும்? വേണോ?
எப்படா இந்த நேரத்துல கால் பண்ணுவான் അമ്മ நினைச்சேன்டா யாரோ செத்து போடுறாங்க. ഐസിയിലാണോ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ഓക്കെയാണ്. ഞാൻ വരില്ല, കുഴപ്പമില്ല, വൈകിട്ടില്ലല്ലോ, ഞാൻ എത്തിക്കോളാം. എന്നാ നീ പാലക്കാട് എത്തിയിട്ട് അച്ഛനെ വിളിച്ചാ മതി. ആ ഓക്കെ. എന്തേ? എടാ അമ്മമ്മക്ക് ശ്വാസം മുട്ട് കൂടി ഐസിയിലാണ്, എനിക്ക് പെട്ടെന്ന് ചെല്ലണം അങ്ങോട്ട്. ഞാൻ തരാം. വേണ്ട കുഴപ്പമില്ല, നിന്നെ ബസ് എട്ടുന്ന എവിടെയെങ്കിലും ആക്കിയാൽ മതി. ஏன்டா பஸ்ஸெல்லாம் பழசா இருக்கு? இல்ல அவங்க ஸ்டேபிள் அந்த முதல்ல அந்த ஒரு படத்திலே சொல்லியிருப்பாங்க பாரு, லைஃப்ல ஒரு வாட்டியாவது அந்த பஸ்ல டிராவல் பண்ணிடணும் அப்படின்னு. இது பின்னாடியே போவாரு. ഹലോ ഹലോ. എടാ ഇവിടെ ബസ്സിൽ ഭയങ്കര തിരക്കാണ്. ഒരു ചേട്ടന്റെ ബാഗിന്റെ തലയുടെ മുകളിലായിരിക്കാണ്. അയ്യോ നീ കരയല്ലേ, ഓക്കെ ആവ്. ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ കൊണ്ടാക്കി തരാന്ന്. ഇല്ല കുഴപ്പമില്ല, ഞാൻ നെക്സ്റ്റ് വീക്ക് സോനയുടെ വീട്ടിൽ വരാം. ഓക്കെ ബൈ ഉമ്മ. നിന്റെ ഭാഗ്യം കൊണ്ടാ അവളെ കിട്ടിയത്. നീ അവളെ വിഷമിപ്പിക്കരുതട്ടാ. എന്താ വെച്ചാൽ ഞാൻ പണ്ട് ശില്പനെ വിഷമിപ്പിച്ച പോലെ. മനസ്സിലായ? ഇല്ല ഇല്ല. സോനയുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. ഇത് കൊട്ടാരം അതാ കിളിക്കൂട്. ഇതെന്റെ കസനാണ് ഡെൽസോ. എഡിറ്റിംഗ് ഒക്കെ പഠിക്കാനാന്ന് പറഞ്ഞിട്ട് ആളവിടെ കുറെ നാളായി പുറത്ത് തുടങ്ങി. ഇതെന്റെ സ്വന്തം ലാപ്പാട്ടാ. அதுலேருந்தே இவங்களாம் ஃப்ரெண்ட்ஸ் போகிறாங்க. அதே கரையா எனக்கு ശരണ്യ രാഹുൽ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. അടിപൊളിയല്ലേ? மொரட்டை சிங்கிள் போல அது. நல்லா இருக்குடா. ஏன்டா ஏன் அப்பளத்தை என்னடா இருக்குது அப்பளத்துல? பூரி நினைக்கிறேன்டா அது. அப்பளம் தான்டா. அவ்வளவு பெருசா கட்சியிலேயே சோனுக்கும் வருணுக்கும் செட் ஆயிடும் போல. ഇതൊക്കെ ഫ്ലൂറസന്റ് അവിടെ വെച്ച. നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ തപ്പ്, ഞാൻ അപ്പുറം നോക്കിട്ട് വരാം. ഓക്കെ. அங்கேயா? ஐயோ ஓ ஹிமாலயாஸ்க்கு பர்ச்சேஸ் போட்டுனடா. ഇതാണ്. നീ എന്താ ഇവിടെ? ഞാൻ സോനയുടെ വീട്ടില്. എന്നിട്ട് അവളവിടെ? സോന ഇവിടെ എവിടെയോ. ശരണ്യ ഇതിന്റെ ഫ്രണ്ട് ദീപു. അപ്പൊ സോന? ദീപു ഇതിന്റെ സീനിയറാണ്, അജിത് മേനോൻ ചേട്ടൻ. ഓ മറ്റേ മറ്റേതാ എന്തുപറ്റത്? ആ അതോട്ടെ, ഇനി ഞാൻ വിളിക്കുമ്പോ ഫോൺ എടുക്കണം, മനസ്സിലായോ? ബോയ് ഫ്രണ്ട് വെച്ചിനെ എന്താണ് അമ്മേ? എന്റെ ദൈവമേ, നീ ഒന്ന് അടങ്ങി. ഏത് നേരത്താണ് അവനക്ക് ചോദിക്കാൻ തോന്നിയത്? ആ വരുണൊക്കെ പറഞ്ഞ ഒരു ഉപദേശം കേട്ട് എന്റെ അടുത്ത് വരുന്നത് മനസ്സിലായ? വരുണൊക്കെ നീ ഉദ്ദേശിച്ച പോലത്തെ ഒരാളല്ല, എനക്ക് നൈസ് മാനാണ്, പാവം. നീയായിരുന്നോ ഈ നേരം വരെ വീട്ടിട്ട് പൂളാനാണ്? അതാരെ കൂട്ടുകാരിയാണോ? നീ നിന്റെ കാര്യം നോക്കി പോയാടാ പ്രീത്തെ. ശരി ശരി, നമ്മ പോണ്, നമ്മ ചൂണ്ടിടാൻ വന്നാണ്. നിന്റെ സുമേഷേട്ടന് ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരാ. അവനൊന്ന് പോയതാ, നല്ല ഇടി കൊണ്ട് തൂറിയാനവൻ. നിന്റെ അടുത്ത് ഒരു വട്ടം പറഞ്ഞാ വേണ്ട. നീ എന്താ കളിക്കണേ? എന്തിനാണ്? നിനക്ക് പറ്റില്ലെങ്കിൽ നീ പോടാ. ஓ இவர் சொல்லிருந்தாருல, அம்மா சொல்லிருந்தாங்கல, അല്ല നീ ലിക്കും കൊള്ളടി. சண்டை போட்டு ஒரு பிசினஸ் ஊட்டி இதுதான் நினைக்கிறேன். மீன் பிடிச்சி நீ மட்டும் ஏன்
നോക്കിക്കാണ് വണ്ടി കയറും. കൊന്നിട്ട് പോണോ എന്നെ? ശരി. എടി സോറി, മറ്റേ കാര്യം ചോദിച്ചതിന്. എൻ്റെ ഒരു വിവരമില്ലായ്മയായിട്ട് കിട്ടിയത്. ക്ഷമിച്ചു. നിന്നോട് എന്ത് ദേഷ്യം? അവൻ വന്നെ അവനിട്ട് കിട്ടി. വിശ്വസിക്കാൻ പറ്റുള്ള നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. എൻ്റെ പൊന്നു മോളെ, ഒരു 1.5 വർഷം വരെ ഞാനും അളിയനും വിനുവും വരണ കൂടി എവിടെയൊക്കെ പേടി ഉണ്ടാക്കണം നിനക്കറിയോ? ഇവിടുത്തെ ഉത്സവത്തിനും ഗാനങ്ങളൊക്കെ ഡെയിലി ഇടിയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 10-15 ഇടിക്ക് വരെ പങ്കെടുത്തിട്ടുണ്ട്. ശരണ്യെ, മേമ്മ ചപ്പാത്തിയും ചിക്കനും കഴിക്കാൻ വിളിക്കുന്നു. വായോ, ബാൽക്കണിയിൽ ഭയങ്കര കൊതുക. രാത്രി അമ്മ തൂക്കം പോച്ചടി. ഒരു അപകടത്തിന് ഞങ്ങൾ ഒരു കണക്കിനാണ് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിലാണ് അവന്റെ ഒരു വാട്ട്സ് ഹാപ്പനിങ്. അവളുടെ കാമുകനാരാന്ന് എനിക്കറിയോ? ഇടികൊണ്ട് തോട്ടി കിടക്കാൻ ചെക്കാ നീ. ക്ഷമിക്കൂ കസിൻ സിസ്റ്ററെ, നീ ആവർത്തിക്കില്ല. ഞാനിതോടെ പറഞ്ഞത് എന്റെ എഡിറ്റിംഗ് പഠിപ്പും കോപ്പൊക്കെ നിൽക്കും എനിക്കറിയാല. ആദ്യം പറയുമ്പോ മനസ്സിലായി. നമുക്കൊന്ന് നേരിട്ടാണ് സംസാരിച്ചാലോ? പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങൾ സംസാരിക്കാനാണ്. സ്ഥലം പറ. എറണാകുളം. വേണമെങ്കിൽ കൂട്ടുകാരെ വിളിച്ചോ. ഒറ്റക്ക് വന്നാ മതി. എറണാകുളത്തോടെ വരുണ്ട വീട് പറഞ്ഞാൽ ശരിയാവില്ല. എന്നാ പിന്നെ പറയാന്ന് പറ. അത് ഞങ്ങൾ പിന്നെ പറയും. എറണാകുളം എനിക്ക് അറിയാത്ത സ്ഥലമൊന്നുമല്ല. മറ്റന്നാ ഞാൻ വരും. ഞങ്ങളും ഇന്നർ പീസ്. எல்லாருமே காமெடி ஃபன் பண்ணிருக்காங்கல்ல. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ലഞ്ച് ആരോട് വന്നിരിക്കാം. കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. വേറെ എന്നാ നീ വെച്ചോ. ചേട്ടപ്പണി പാളിന്ന് തോന്നണേട്ടോ. ദീപുന്റെ അളിയൻ അന്ന് വിളിച്ചിരുന്നില്ലേ? അത് ഞങ്ങളാ. ഇത് ഞങ്ങളുടെ ഫ്രണ്ട് സുമേഷ്, അജിത്ത്. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ കാര്യം പറയാം. ഇവനൊരു ചിക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ആ ചിക്ക് പഠിക്കുന്ന ബ്രോന്റെ കോളേജിലാ. ഇവന്റെ ചിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ബ്രോ കുറെ നാളായിട്ട് അവളുടെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതുകൊണ്ട് ഇനി മേലാൽ അങ്ങനെ വല്ലത് ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞ. വേറെ പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇതുവരെ ഉണ്ടായതൊക്കെ ഞങ്ങൾ മറന്നു. മതി, നിർത്തിക്കോ. ഇത് പറയാൻ വേണ്ടി വന്നാണ്. ഓക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി കൈ കൊടുത്ത് പിരിയാം. എന്തേ மச்சான் வேற லெவல் பண்றாருல்ல. ஆண்டனி வர்கீஸ் சர்ஜன் ரெடியா. அடுத்து இவரா? வாங்க. தப்பு தப்பு. இங்க இப்பதான் ஷீட் எழுதுறாங்க. வரண்டி வரல சரணே. ஐயோ, ஃபெயில் பண்றோம்னு சொல்றாரு போல. ഓക്കെ അല്ലെങ്കിൽ ഇടി കിട്ടും. സൈഡിൽ സ്റ്റഡി. എന്താ ബ്രോ? ബ്രോ ശരിക്കും ഒന്ന് ആലോചിച്ചിട്ട് പറ. ഇടിക്കിട്ടും. പിന്നെ നീന്തണ നേരത്തെ ചാടിയിട്ട് വെള്ളത്തിന് കൈ കൊടുക്കും. എനിക്കിടിക്കണം. നമുക്കറിയാൻ പാടുള്ള സ്ഥലമാണ്. നല്ല ഇടി കിട്ടും. അപ്പൊ ബ്രോ കൈ കൊടുക്കാല്ലേ? ഓക്കെ. എന്തായി? ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു സ്നേഹിച്ചത്. പവറോൺജി, പവറോൺജി, നിന്റെ റിജക്ഷൻ എനിക്കൊരു ഷോക്കായിരുന്നു. ഈ വഴി നാളെ എനിക്ക് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. நடக்கொண்டானா இந்த பாக்ஸ்ல அடிக்கொண்டா
എന്താന്ന് വെച്ചാലേ കറക്റ്റ് ആ സമയത്ത് ബിരിയാണി നേരത്തെ ബിരിയാണി വാങ്ങിച്ച് തരാം. അയ്യോ നിനക്കെന്തെങ്കിലും പറയണെങ്കിലേ മുഖത്തോക്കി പറയണം, അല്ലാതെ ഇതുപോലെ യൂസ്ലെസ്സിൽ വിളിച്ചൊന്ന് ഭീഷണിപ്പെടുത്തല കേട്ടോ. ലാലറ്റിനവര് അടിയോ ആർട്ടിസ്റ്റ് ഒന്ന് ടൈം കൊടുക്കും. அர்ஜுன் ட்ரேடிங் வந்தாலும் சிசிஎல் நடக்கும்ல, இந்த ஆக்டர்ஸ்லாம் கிரிக்கெட் நடக்கும். அதில் கேரளா இவன் ஏன்டா விடுறானுங்க? അജിത്തേട്ടൻ അതിനകത്ത് ഉണ്ടോ എന്തോ? ஐயோ அவரையும் போயிட்டாங்களா? അരുൺ സാറിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ എടുക്കേണ്ടി വരും. എന്തായാലും ശരണ്യയുടെ തക്ക സമയത്ത് ഇടപെടൽ കാരണം വലിയൊരു അപകടം ഒഴിവായി കിട്ടിയത്. ഗിവ് എ ബിഗ് ക്ലാപ്പ്. ഇവിടെ എന്തൊക്കെയാണ് ഈ നടക്കണത്? എല്ലാ വീട്ടിലും അളിയന്മാര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും. ഇവിടെ നേരെ തിരിച്ചാ, എപ്പോഴും ഒരുമിച്ച്. ഇതൊക്കെ കണ്ട് ഞാനും കുറെ സന്തോഷിച്ചിട്ടുള്ളതാ. പക്ഷെ ഇപ്പൊ തോന്നുന്നു അബി, നിങ്ങൾ തമ്മിൽ ഇത്ര സ്നേഹത്തിന്റെ ആവശ്യമൊന്നും വേണ്ടായിരുന്നു. ഹലോ, ഞാൻ നിന്നെ വിളിക്കാൻ നിക്കണായിരുന്നു. നീ അറിഞ്ഞിട്ടുണ്ടാവില്ല കാര്യങ്ങൾ. അക്ഷരം മിണ്ടരുത്. കോളേജ് മൊത്തം പാട്ടാണ്. പുറത്തിറങ്ങി നടക്കാൻ വയ്യ. നിങ്ങക്ക് കൊച്ചിയിലത് ഗുണ്ടാ ടീമായിട്ട് ബന്ധം നല്ലൊരു പറഞ്ഞുണ്ടാക്കുന്നത്. കഷ്ടമാണിത്. ഞാനാണ് അടിക്കാൻ വിളിച്ചല്ല, കാര്യം പറയാൻ വിളിച്ചാണ്. അപ്പഴാണ് ചുമ്മാ സുമേഷ് ചേട്ടൻ അപ്പൊ തന്നെ അവനെ കയറി അടിച്ച്. അതിനിടെ ഞാൻ പെട്ടുപോയതാണ്. എല്ലാത്തിനും റെഡിമെയ്ഡ് ആയിട്ടുള്ള ആൻസർ ഉണ്ടല്ലോ ദീപു നിന്റെ അടുത്ത്. എന്റെ ഫ്രണ്ട്സ് എല്ലാരും പറഞ്ഞു നീ ആയിട്ടുള്ള റിലേഷൻ വേണ്ടാന്ന്. സോനായിരിക്കും പറഞ്ഞത്, അവക്കുള്ള പിന്നെ. എന്റെ പൊന്നു സഹോദര, സോനയല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത്. ലാബ് എക്സാം ആണ്, അത് കഴിഞ്ഞ സെമിനാർ പ്രസന്റേഷനും. പഠിക്കാൻ മൈൻഡ് കിട്ടണല്ലോ. ദീപു ഞാൻ അവിടെ പഠിക്കാൻ വന്നാണ്. നിനക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല വെച്ചിട്ട്. ശരണ്യെ ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ എനിക്കും അറിയാം. മോള് കിടന്ന് കരയും. പോടാ. ரொம்ப ஆகிடுச்சு இவரோட படம். അവളെന്നെ തെറി പറഞ്ഞോട്ടെ, പക്ഷെ ഇംഗ്ലീഷും പറഞ്ഞാ കളിയാക്കി. എനിക്ക് അതാണ് ഒട്ടും സഹിക്കാൻ പറ്റാഞ്ഞത്. ഇതെന്തൊരു കഷ്ടമാണ്. മോളെ അഭിച്ചേട്ടനാണ്. എന്താ ദീപ് വിളിച്ചിരുന്നോ? അവൻ എവിടെയാന്നൊരു വിവരമില്ല. എനിക്കറിയില്ല മോളെ. അവൻ കോതമംഗലത്താണ്. അവൻ എന്നെ വിളിച്ചപ്പോ കരയായിരുന്നു. വിഷമം കൊണ്ടേ. മോളൊരു കാര്യം ചെയ്യ്, മോൾ അവനെ വിളിച്ച് സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് വരാൻ പറ. എന്തിന് ചേട്ടൻ? അവനെ വിളിച്ച് സൂര്യ വരാൻ വേണ്ടിയിട്ട്, പക്ഷെ കിട്ടിയില്ല. അവൻ ഇത്രയും ഓവർ സ്മാർട്ട് കളിക്കാൻ സ്ഥിതിക്ക് ഞാൻ അവനെ വിളിക്കുന്നില്ല. ചേട്ടനും കൂടി നാടകത്തിൽ ചേർന്നില്ല. ചേട്ടനെ കുറച്ച് വിവരം ഉണ്ടെന്നാണ് കരുതി. ഇത് കഴിഞ്ഞ് നേരം അവനായിരിക്കല്ലോ വിളിക്കാൻ പോകുന്നത്. അവനോട് പറഞ്ഞേക്ക് ഇങ്ങോട്ടേക്ക് വരണ്ട, അവിടെ തന്നെ ഒരു ഇറമേട കിട്ടി താമസിച്ചോളെ. ഇത് കഴിഞ്ഞ് ദീപ് ചേച്ചിയെ കൊണ്ട് വിളിപ്പിക്കണ്ടെന്നും പറഞ്ഞേക്ക്. മോളെ അവനൊരു നിഷ്കളങ്കനാണ്. അവൾ ബ്രേക്കപ്പിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഞാനേ നാളെ തന്നെ അങ്ങോട്ട് വരാം. കാര്യങ്ങളൊക്കെ പൊളിഞ്ഞ സ്ഥിതിക്ക് നീ എന്തിനാ ഇനി അവിടെ പെറ്റ് കിടക്കണേ? നീ ഇന്ന് തന്നെ കേറിക്കോ. അതെ, അവനോട് കഴിച്ചിട്ട് വരാൻ പറ. കഴിച്ചിട്ട് വരാം. ആ, കഴിച്ചിട്ട് വാട്ടാ വരുമ്പോ ഇവിടെ ചോറിൽ വെള്ളം ഒഴിച്ചു. ഞാനേ വീട്ടിൽ പോണു. നാളെ മാർക്കറ്റിൽ നിന്ന് കായറക്കേണ്ട ദിവസം ഞാൻ മറന്നുപോയി. അപ്പൊ നമ്മുടെ മാച്ചോ? പിന്നെ മാച്ച് കോപ്പ് നിങ്ങനെ കളിച്ചാൽ മതി. ഫ്രണ്ട്സിന്റെ ലൈഫ് വലിഞ്ഞിരിക്കണേ. ബ്രേക്കപ്പ് അല്ലേ? അവളോട് എത്രയൊക്കെ മാറി വന്ന സമയത്ത് ഞാനല്ല ഇപ്പോ. നീ ഏതെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കുമോളെ. എന്താ പ്രശ്നം? അതന്നെയല്ലേ ഞാനും ചോദിക്കണേ. എടി, നീ 2 വർഷം കഴിയുമ്പോ എവിടെ ആയിരിക്കും? നീ നല്ല ഹാപ്പി ആയിരിക്കും. അന്ന് നീ വിചാരിക്കും ഇത് എന്റെ ലൈഫിലെ ബെസ്റ്റ് തീരുമാനമായിരുന്നെന്ന്. ആവോ. ഇനി നിനക്ക് കൊച്ചിക്കാരനെ തന്നെ വേണമെങ്കിൽ ഞാൻ സെറ്റാക്കാം. இதுல காட்டின காலேஜ் சீன்ஸ் கூட ஆனந்தம்ல காட்டல.
സൂക്ഷിച്ചിറങ്ങു മോനെ. എത്ര പടി ഉണ്ടാവും? ഒരുപാട് പടിയുണ്ട്. அஜித் மேனனா இவங்களுக்கு போட்டாங்க பிஜிஎம். കിട്ടേണ്ട കിട്ടിയപ്പോ നിന്റെ തന്നെ മാറിയാ. നീ മിണ്ടാതെ ഓർഡർ അജിത്ത് മേനോൻ ചേട്ടൻ. നിന്നോട് ഞാൻ പറഞ്ഞാണ് എനിക്ക് ഇവനെ താല്പര്യമില്ലാന്ന്. പിന്നെ നീ ആരാണ് എന്റെ മേലെ കയറി അധികാരം സ്ഥാപിക്കാൻ? ഇതൊന്നും പോരായിട്ട് നീ എന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അല്ലടാ? ഹലോ അമ്മേ, ഞാൻ നിങ്ങളുടെ ഒരു അഭ്യുദയകാംക്ഷ. നിങ്ങളുടെ മകൾ സൂപ്പർ ശരണ്യ എറണാകുളത്തുള്ള ഒരു പയ്യനുമായിട്ട് ചെറിയ ചുറ്റിക്കളിയിൽ ഏർപ്പെടുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് പെൻഷൻ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നീ അമ്മമാരുടെ പോയി പകരം ചോദിക്കാൻ നിന്നാ അവരെന്നെ പങ്കായത്തിനടിച്ച് കായലിടുന്ന് നോക്കും. ഇങ്ങനെ കൈ കിട്ടാൻ വേണ്ടി കാത്തിരിക്കാൻ ഞാൻ ഇവനടുത്ത് രണ്ടാ പറയാൻ. എന്റെ ബോഡി ലാംഗ്വേജ് കണ്ടാ മനസ്സിലാവുന്നില്ല. എനിക്ക് എന്നെ കാണുന്ന ഇറിറ്റേഷൻ ആന്ന്. ഇങ്ങനെ ഒരു വിട്ടി. എന്താ മോളെ, എന്താ പ്രശ്നം? സോറി ചേച്ചി, ചേച്ചിയുടെ മോര് മരപ്പാടാണ്, അത് തന്നെയാണ് പ്രശ്നം. എടി ഞാനും വന്നാലോ നല്ലേക്ക് കുച്ചിക്ക്. എന്തിന്? അല്ല അവനെ കണ്ട ഒരു പ്രോപ്പർ ഗുഡ് ബൈ പറയാം. ശരി ശരി ഇരിക്കേ, ഞാനും വരാം. നീ അവിടെ ചെന്ന് എന്റെ മനസ്സ് മാറും. ശരി. போயிட்டு சிப்ஸ் சீன் தான். என்னடா ഒന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. നിന്നെ കണ്ട് ജസ്റ്റ് ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടി വന്ന. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. നീ എവിടെ പോണു? ഞാൻ ഇവിടെ ഒരു കല്യാണത്തിന് ഇറങ്ങിയതാ കൂട്ടുകാരന്റെ. ഞാൻ നീ തൃശ്ശൂർക്ക് പോവാന്നോ? തൃശ്ശൂർക്ക് എന്നെ കാണാൻ വരുന്നാണോ? അല്ല, എനിക്ക് ഇവിടെ അടുത്തൊരു കല്യാണമുണ്ട്. നിനക്ക് സമ്മതിക്കാൻ പറ്റില്ല അല്ലേ ദീപു? എന്നെ കാണാൻ വരുന്നാന്ന് പറഞ്ഞ നിന്റെ മാൻ ഇടിഞ്ഞു. അതിന് നിന്നെ കാണാൻ വന്നില്ല സമ്മതിക്കേണ്ട ആവശ്യമുള്ളൂ. ഉരുണ്ടളിക്ക് നീ ആരും സമ്മതിക്കും. നീ എന്നെ കാണാൻ വന്നാണ്. അവളൊരു ബൈ പറയാൻ വന്നേ. നീ എന്നെ കണ്ട് കോംപ്രമൈസ് ചെയ്യാൻ വന്നാണ്. കോംപ്രമൈസാ? നോവേ. സോനോട് ചോദിച്ചോക്ക്. നോണയെ ഞാൻ കല്യാണത്തിന് പോണേണ് വേണമെങ്കിൽ ആളെടുത്ത് ചോദിച്ചോക്ക്. കല്യാണത്തിന്റെ കാര്യം നീ എന്നോട് തോട്ടിയനുസരിച്ചോടെയാണോ? അത് കഴിഞ്ഞില്ലടാ. ഇവിടെ താൻ പറ്റണ താൻ മിണ്ടാതിരി. സാധന നോക്കിയേ. കല്യാണത്തിനോ അടിയന്തരത്തിനോ എവിടാന്ന് വെച്ച പൊക്കോ, ഞാൻ പോണു. സുല അല്ല നിങ്ങ എപ്പോ വന്ന്? ഇപ്പൊ വന്നോളാണ്ടി. പിന്നെന്താ ഇവിടെ തന്നെ നിക്കണേ? അകത്തേക്ക് വാ, വിളിക്കടാ. ഞാൻ മൊത്തത്തിലൊന്ന് ക്ലീൻ. അതിങ്ങി എന്തരീ ഇവര് പോട്ടേട്ടാ, ശരിയാക്കി തരാ ഞാൻ. ഓടി വരുമ്പോളെ ചായ എടുക്കട്ടെ മക്കളെ? അല്ലേ വേണ്ട, പായസം കൊടുക്കാം അല്ലേ? പായസം എടുക്കട്ടെ? പായസം നന്നായിരിക്കും. ചായ മതി. എന്തല്ല ഒരു വല്ലാണ്ടിരിക്കണേ? എന്താടാ? ഒന്നുമില്ല. എന്നാ ചായ എടുക്കാം. ഡാബി, നിനക്ക് ഇവർക്ക് ചായ ഇട്ട് കൊടുത്തൂടെ? എന്നത് ചായ ആയിരിക്കില്ല കൊടുക്കണത്. രാഹുൽ മുകളിലേക്ക് താമസം മാറി. തയ്യൽ മെഷീൻ വന്നപ്പോഴേ മോള് പോയി കണ്ടോ? പൊക്കോ, മോളുണ്ട്, പോയി കാണ്. ഇവിടെ എന്തൊക്കെയാടി നടക്കണം? ഞാനത്രയ്ക്ക് മണ്ടിയാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അമ്മേ, ദീപു ശരണ്യ ഇഷ്ടത്തിലാണ്. അവർ തമ്മിൽ എന്തോ പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാൻ പാടില്ല. ഇനി ബാഗൊക്കെ തൂക്കി ഇവിടെ പുറത്തു തുടങ്ങാൻ വന്നാണോ? എനിക്കറിയാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് പുറത്തു വെക്കോ? ഓക്കെ, 5 minutes. എന്നിട്ട് കഴിഞ്ഞ പെർഫോമൻസ് എന്തായിരുന്നു? അമ്മ വന്നുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് ആ സോന കണ്ടപ്പോ കലിച്ചേറി. പിന്നെ നീ പറഞ്ഞ ഡയലോഗും. അത് ഞാൻ സത്യം പറഞ്ഞാണ് മോനെ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്താ അനുഭവിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. നീ എന്ന് പറഞ്ഞില്ലേ നീ ഇൻസൾട്ട് ചെയ്ത കാര്യമൊന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതല്ല. അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ സോറി പറയാൻ വേണ്ടി ഞാൻ കുറെ വിളിച്ചിപ്പോ മംഗലം കോപ്പ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം. ഇമ്മാതിരി ഡ്രാമ കളിക്കാൻ എനിക്കും അറിയാം. ഞാൻ ഡ്രാമ കളിച്ചിട്ടില്ല. മോൻ ഇവിടെ കിടന്ന കാര്യം കണ്ണാ.
ഞാനേ ശരിക്കും നിന്നെ കാണാൻ ഇറങ്ങിയതാണ്. അതെ, അതെനിക്കറിയില്ലായിരുന്നു. അപ്പൊ പിന്നെ എങ്ങനെ? എന്ത്? അല്ല നമ്മുടെ അന്നടിച്ച് കാലിട്ടവനെ തള്ളാൻ വരൂ. അവൻ എക്സൈസ് നോക്കി വീട്ടിൽ മലയാളാൻ്റെ ഇറച്ചി കൈവശം വെച്ചേന്. അജിത് മേനോനാ. അയാളതിന് വരില്ല. അരുൺ സാറാ. അയാൾക്കിപ്പോ എന്നോട് ബഹുമാനമാണ്. അപ്പൊ എന്താണ് ഇവിടെ താമസിച്ച പെൺകുട്ടിയുടെ ഐഡിയ ആണോ? അപ്പൊ തന്നെ റിക്വസ്റ്റ് പോയിട്ടുണ്ടാവല്ലോ. ഞാൻ വിട്ടിട്ടൊന്നുമില്ല, ചിലപ്പോ ആളിയും വിട്ടിട്ടുണ്ടാവും. വാ. പറഞ്ഞപ്പോ ഞാനാകെ ഇല്ലാണ്ടായി പോയി. എന്നിട്ട് അഹങ്കാരത്തിന് കുറവുണ്ടായിരുന്നില്ലല്ലോ. ഇനി ഞാൻ കാണിക്കും, അപ്പൊ കാണിച്ചറിയാം. അല്ല ഇനി അങ്ങനെ ഉണ്ടാവില്ലല്ലോ. இவங்க 2 பேருக்கு செட் ஆயிடும். 5 minutes ஆச்சு. ഹലോ. ഓക്കേ, ടൈംസ് അപ്പ്. കിരികിരി പോലെ. ശരണേ, ഇവിടെ നീ എന്ത് പണിയാണ് കാണിക്കണത്? ബൈ പറഞ്ഞു പോവാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണോ? നീ മോളെ ഇനി നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടാ നിന്റെ മുഖം പിടിച്ച് ചുമരെല്ലാം വെച്ച് കണ്ണും മൂക്കും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കും. കേട്ടടി. അവള് ഇരുവസം മെഡിക്കൽ മിറാക്കൾ. ബ്രേക്കപ്പ് അടിക്കാൻ വന്ന് ഞാൻ കാലു മാറി. പാവ സോന അവിടെ മുഖം കാണായിരുന്നു, ഏറ് കൊണ്ട കങ്കാരുനെ പോലെ. ഞാൻ ആദ്യം തത്വം പറഞ്ഞിരുന്നില്ലേ, എൻട്രൻസ് കോച്ചിങ്ങിന് കൂടെ പഠിച്ച ആര്യ പറഞ്ഞിരുന്നത് ജീവിതം കടലിട്ട പായ്വഞ്ചി പോലാണെന്ന്. ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവന്റെ കാര്യത്തിൽ ഇനിയും കുറെ നിഗൂഢതകൾ മറന്നിക്കാനുണ്ട്. നിന്ന നിൽപ്പിൽ നുണറഞ്ഞോളി. അന്ന് ഇടിവളി ഒരു കായലിട്ടുകായിരുന്നു. എനിക്കതൊരു വിശ്വാസം വന്നിട്ടില്ല. വരണേ, ഇനിയൊരു ഇടിയില്ലൊരു തേങ്ങയില്ലട്ടാ. ஆக சூப்பர் சரண்யா. சூப்பர் சரண்யா எனக்கு ஒன்னே ஒன்றான்னு தோணுச்சு. தண்ணீர் மதங்கள் மாதிரியே தான் இருந்தது. அப்படியே போயினே இருந்தது. லாஸ்ட் ஒரு 15-20 மினிட்ஸ் தான் கொஞ்சம் அப்படியே கிரிப் ஆகி அமிதா கூட வர சீன்ஸ்லாம் அப்படியே கொஞ்சம் நல்லா ஜாலியா இருந்தது. நடுவில் எனக்கு என்னடா இது இன்னும் ட்ராகார மாதிரி இருந்துச்சு. ஆனா பார்த்தா மமிதா பஜி இல்லை அந்த சீன்ஸ் எல்லாம். ஸோ நானும் செமையா நச்சிருந்தாங்க. அவங்க அந்த ஃப்ரெண்ட்ஸ் எல்லாம் கை கோத்து நடந்து போகும்போது அப்படியே பாக்குறது கை கோத்து மட்டு சிங்கிள் போலாங்க. அடஸ்வாதம் இன்னசென்ஸ் செமையா இருந்துச்சு. படம் வந்து செகண்ட் ஹாஃப்க்கு அப்புறம் தான் கொஞ்சம் அப்படியே ஒரு மாதிரி ஆகார மாதிரி ஃபீல் ஆகி அப்படியே எண்டிங் வந்து முடிஞ்சுது. அது கூட பிஸ்னஸ் ட்ரிக்ஸாக இருக்கும். கடைசி 10 நிமிஷம் ட்ரிப்பிங் இல்லை எபிசோட்ஸ் நம்ம பார்ப்போம்ல, கடைசி ஒரு நிமிஷத்தில் ஒரு கிளிப் ஹேங்கர் வச்சு விடுவேன் அந்த மாதிரி. அதே மாதிரி அந்த இவரு வந்து இந்த அஜித் மேனன் செம ஃபன் பண்ணிங்க. இவர் ரிங்டோனை மறைக்க மாட்டேன் வரும்போது சிரிப்பு இல்லை இது. அதே மாதிரி இவ கூட இந்த ஃப்ரெண்டு இது அஜித் அசோகன் கூட இந்த ஃப்ரெண்டு அவரோட கேரக்டர் போல செம்மையா இருந்தது. இங்கே இவளுக்கு அமிதா இவரு அந்த யாரு பிரேமல் உள்ள ஹீரோ, அவர் பேர் என்னது? நாஸ்லின். அவரு அவர் அந்த தண்ணீர் மதங்களை அப்பப்போ வந்துட்டு ஒரு பர்ஃபார்மன்ஸ் கொடுத்துட்டு போயிடுவாங்க. அந்த மாதிரி டைலாக் டெலிவரி அந்த ஸ்லாங் இருக்கு செம்ம. அது அவரு செம்ம நடிச்சிருந்தாரு. அதுவும் இல்லை முக்கியமா கேன்டீன் ஓனரு ட்ரெஸ் எல்லாம் பார்த்தியா? படம் வந்து சூப்பர் சரண்யா. அவளோட லைஃப் தான் இதுதான். இதுல இருந்தது நிறைய காலேஜ் சீன்ஸ் எவ்வளோ அது. அப்புறம் வந்து அவருக்கு பிரச்சனைகள்லாம் இருந்துச்சு நிறைய. இத்தனை பேர் எங்கப்பா ஒரு சைடு ராகிங்கு, இன்னொரு சைடு வந்து ப்ரொஃபஸர் ஒரு சைடு இது பண்ணுறாரு, இன்னொரு சைடு வந்து ஸ்டார்டிங்ல அந்த பாட்டுலேருந்து அவ ஸ்டார்டிங்ல இருந்து அன்லக்கி அந்த ஒரு ஃபீல் செம்மையா கொண்டு வந்தாங்க. எனக்கு இப்போதான் இந்த டைட்டில் கார்டு புரியுது. அவளோட தொட்டி அதில் வந்து அவனோட ஃபிஷ் இருந்துச்சு டைட்டில் கார்டில். அந்த தொட்டியில் அந்த நீமோ ஃபிஷ்ஷு நான் கூட கேட்டேன். அது நல்லா இருந்தது. ஆனா எல்லாரோட கேரக்டர் இருக்குமே கொஞ்சம் நல்லா. அந்த ப்ரொஃபஸர் இதுவும் சரி, அந்த அஜித் மேனந்தும் சரி, இவங்களும் சரி, எல்லாமே நல்லா இருந்தது. பயங்கரம்.
பிரதர் இன் லா வேற. அவரு செம்மையா பண்ணியிருந்தாரு அவரு. பிரதர் இன் லா அதுவும் இவரு வந்திருந்தாரு பாருடா கேமியோ ரோலுக்கு. அது எக்ஸ்பெக்ட் பண்ணவே இல்லை நானு. என்னடா இவரு அதான் சொன்ன மாதிரி தான் அடி யாருன்னா அடிக்கணும்னா ஒரு சண்டை ஒண்ணு செய்யணும் எனக்கு வரணும் மட்டும் சொல்றேன். ரொம்ப வெயிட் போடாம இருந்தீங்க. இன்னும் திட்டினாவன் அந்த இவனை யூஸ்லெஸ் யார சொல்லுவேன் அந்த பேட் வேர்ட்ஸ் பேசுவேன் அடி கூட்டு போய் கழுத்து வச்சு அடிச்சுக்கிறாங்க. யூஸ்லெஸ்னு சொல்றது இல்ல இங்கிலீஷ்ல சொல்லிட்டான். ரெண்டாவது மூவி ரெஃபரன்ஸ் இங்கிலீஷ் பேசினா ஷாக் ஆயிடுறாங்க. அசைன்மென்ட்க்கு ஸ்பெல்லிங் சொல்லு கோச்சினே போயிட்டாரு இவர் அசைன்மென்ட் ஸ்பெல்லிங் கேட்டது. ஆனா நல்லா இந்த ஃபன்னா இருந்தது. ஆனா என்னன்னா அந்த செகண்ட் ஹாஃப்ல இன்னும் கொஞ்சம் எங்கேஜிங்கா கொண்டு போயிருந்தோம். எனக்கு அதுன்றதை விட அந்த தண்ணீர் மதங்கள் டெம்ப்ளேட் அப்படியே வந்த மாதிரி அப்படியே காமெடி அப்படியே மூவ் பண்ணிட்டு ஒரு கேரக்டர் அதுல வந்து வினித் ஸ்ரீனிவாசன் இருப்பாரு. இதுல வந்து அந்த அஜித் மேனன் அவங்க எல்லாரையும் அப்படி வச்சு காமெடியில மூவ் பண்ணிட்டே போய் செகண்ட் ஹாஃப் ஸ்டார்டிங்ல இருந்து கொஞ்சம் டல் ஆயிடுச்சு. அப்புறம் லாஸ்ட் ஒரு 15 மினிட்ஸ் வந்து கொஞ்சம் ஒரே இம்பாக்ட் ஆகுது. அதே டெம்ப்ளேட்ல இருந்தது எனக்கு. ஓகே சூப்பர் ஷாட். ஓகே தான். காரணமே இல்லாம வச்சுக்கிறது இது நல்லா இருந்தது. முடியாதா மந்திரமோ சொன்னோம் தான். சரி வந்துச்சு. ஸோ இந்த வாரம் எங்களோட சஜஷன் பார்த்தீங்கன்னா கொஞ்சம் 2000 வந்த படம் தான். பட்டு இதுவும் அந்த காலேஜில் காலேஜ் லைஃபு ஃப்ரெண்ட்ஸு பொண்ணுங்கள்லாம் ஃபீமேல் சென்ட்ரிக்கா இருக்கும். அவன் எப்படி சொல்ல கேர்ள் ஃப்ரெண்ட்னு வந்துச்சு. இது வந்து எப்படின்னா ஒரு ஃபீமேல் கேங் சென்ட்ரிக் மூவி. ஆனால் இது வந்து காமெடி ஜெனர் கிடையாது. ஸ்டார்டிங்கில் காமெடியாக இதுவாக இருக்கும், பட் சரியான மிஸ்ட்ரி த்ரில்லராக இருக்கும். இந்த படத்தோட பேர் ஸ்நேகிதி ஜோதிகா டபு. பாட்டு எல்லாருக்கும் தெரியும் நினைக்கிறேன். அந்த பாட்டு கண்டிப்பா பாட்டு வந்து காலேஜ் கல்ச்சர் காலேஜ்ல ஸ்கூல்ல வந்து கேர்ள்ஸ் டான்ஸ் ஆனா இந்த ஒரு பாட்டை தான் போட்டு நீ ஏடியே பாடுவேன். பாருங்க நல்லா இருக்கும் பார்த்துட்டு. அப்போ வந்து இது வந்து கேடிவில போடும்போது நீ கேடிவி எப்படா விடுவீங்க? கேடிவில தான் நான் பாத்துக்கிறேன். நீ வேற எந்த சேனல்ல பாப்ப? கேடிவி ராஜ் டிஜிட்டல் பிளஸ் கேடிவி தான். சோ படத்துல பாத்துறோம். பாருங்க நல்லா இருக்கும். நீங்க பாத்தீங்கன்னா திருப்பி வேற எடுக்க சஜஸ்ட் பண்ணுங்க. இதான் எங்களோட சஜஷன் இந்த வீக்குக்கு. ஸோ இன்னும் ஒரு ரியாக்ஷன் வீடியோவில் இன்னொரு மூவி ரியாக்ட் பண்ணுங்க. அண்டர் தான் சரி பரத் சரண்யா.